الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. الفصل السادس في النهي عن تناول المحرمات والمظالم. ഹറാമാക്കപ്പെട്ട കാര്യങ്ങളും മറ്റുള്ളവരുടെ ദുൽമിയായ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നതിൽ വിരോധം. വമാ വറദ ഫിഹാ മിനൽ വഈദി ശദീദ്, കഠിനമായ അതിൻ്റെ അദാബിനെ കുറിച്ചുള്ള താക്കീത്. അൽ ഹറാമു നൗആനി, ഹറാമ് രണ്ട് തരത്തിലുണ്ട്. എന്താണ്? ഇലം അന്നൽ ഹറാമ ഇമ്മാലി ഐനിഹി വ ഇമ്മാലി ആരിലി. ഹറാമാകല് ഒന്നുകിൽ അതിൻ്റെ അയിന് വേണ്ടിയിട്ട്, ഇപ്പൊ ശവം കള്ളു എന്നൊക്കെ പറഞ്ഞ അയിനിന് വേണ്ടി തന്നെ. മറ്റൊന്ന് ആരില്, അത് വന്ന മാർഗത്തിൽ തെറ്റുണ്ടാവും, അതാണ് ആരില്. അതാ അമ്മൽ മുഹറമുലി ഐനിഹി, അയിനിന് വേണ്ടി, അതാ അതിൻ്റെ ദാത്തിന് വേണ്ടി ഹറാമാക്കപ്പെട്ടത് പക്കൽ മൈത്തത്തി, ശവം പോലെ, വൽ ഹംദി, കള്ള്. വൽ മുഹറമു ആരിദിന് വേണ്ടി ഹറാം അമ്മാലിന്നാസി ബിൽ ബാത്തിൽ, ബാത്തിലായ മാർഗത്തിൽ കൂടി ജനങ്ങളെ പൈസ തട്ടിയെടുക്കലാണ്. ആ പൈസ ചിലപ്പോൾ ഹലാലായിരിക്കും. قال الله تعالى يا أيها الذين آمنوا لا تأكلوا أموالكم بينكم بالباطل. ഇത് മോചിഹത്തം നിസായില്. ബാത്തിലായ മാർഗത്തിൽ കൂടി, ബാത്തിൽ എന്ന് പറഞ്ഞത് ആ ശറഅന്റെ വഴിയിൽ വെക്കാത്തെല്ലാം ബാത്തിൽ, ആ വഴിയിൽ കൂടിയിട്ട് നിങ്ങളുടെ മുതൽ നിങ്ങൾ തിന്നാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പം മുതലിനല്ല ഇപ്പം കേസ്. എന്തോ അതിൽ നിന്ന് ഒഴിച്ച് ഇല്ലാ അൻ തകൂന തിജാറത്തൻ, കച്ചവടമായാലും ഒഴികെ. കച്ചവടമാകുമ്പോൾ വേറെ പൈസ നമ്മളിലേക്ക്, നമ്മളെ പൈസ അപ്പുറം പോകും. പക്ഷെ എന്ത് വേണം? അൻ തറാദീൻ, പരസ്പരം പൊരുത്തം വേണം. മറ്റവന് പറ്റിച്ചല്ല അങ്ങനെ നടക്കട്ടെ അങ്ങനെ പറഞ്ഞാൽ പറ്റൂല, തറാദി വേണം. وقال الله عز وجل قل لا يستوي الخبيث والطيب. ഖബീസും തയ്യിബും ഒരിക്കലും സമമല്ല, അത് രണ്ടും രണ്ടാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ തയ്യിബ് ഇപ്പം ശതമാനം വളരെ കുറവും ഖബീസ് ധാരാളമുണ്ട്. എന്നാലും ഭൂരിപക്ഷം ഉള്ളത് കൊണ്ട് എന്താവില്ല, ഖബീസ് തയ്യിബായി മാറൂല. ഇതാ പറഞ്ഞ് വലൗ അഅജബക കസ്റത്തുൽ ഖബീസ്, ഖബീസിന്റെ വർധനവ് നിന്നെ അത്ഭുതപ്പെടുത്തിയാലും ശരി, ഖബീസ് തന്നെ, തയ്യിബ് തന്നെ. ഫത്തഖുല്ലാഹ യാ ഉലിൽ അൽബാബി ലഅല്ലകും തുഫ്ലിഹൂന. ഇനി മുൻ ഉഖൂബാത്തി ആകിലിൽ ഹറാം, മുമ്പെന്താന്ന്, ഹലാല് മാത്രം ഭക്ഷിച്ചാൽ കിട്ടുന്ന കുറെ ഫായിദകളുണ്ട്. ഇനി ഹറാമ് ഭക്ഷിച്ചാലുണ്ടാകുന്ന ഉഖൂബത്താണ്. ഒന്ന് സവാലു ഹസനാത്തിഹി, അവന്റെ ഹസനാത്തെല്ലാം പോകും. عن سالم مولى أبي حذيفة رضي الله عنه قال قال رسول الله صلى الله عليه وسلم ليجاءن بأقوام يوم القيامة. ഖിയാമത്ത് നാളിൽ ചില കൗമിനെ കൊണ്ടുവരപ്പെടും. മഅഹും മിനൽ ഹസനാത്ത്, ഹസനാത്തിനാൽ അവരുടെ കൂടെയുണ്ട് മിസ്ലു ജിബാലി തിഹാമ, തിഹാമയിലുള്ള പർവ്വത തുല്യമായ ഹസനാത്താണ് അവരുടെ കയ്യിലുള്ളത്. ഹത്താ ഇദാ ജീഅ ബിഹിം, അവനെ കൊണ്ടുവന്ന് ജഅലല്ലാഹു അഅമാലഹും ഹബാഅൻ, അവൻ്റെ അഅമാല് മുഴുവനും ധൂളിയായി മാറിയിരിക്കുകയാണ്. സുമ്മ ഖദഫഹും ഫിന്നാർ, പിന്നെ നരകത്തിലേക്ക് എറിയപ്പെടുകയും ചെയ്യും. അപ്പോൾ ഈ അഅമാൽ എവിടെ പോയി? ഫഖാല സാലിം റളിയല്ലാഹു അൻഹു ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, ബി അബി അൻത വ ഉമ്മി, തങ്ങളെ എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും എല്ലാം പകരമാണ് തങ്ങൾ. ഈ അമല് നഷ്ടപ്പെട്ടു പോകുന്ന കൗമ ആരാണ് എന്ന് നന്നായിട്ട് കെട്ടയച്ച് പറഞ്ഞതാന്ന് പറഞ്ഞു. ഹത്താൻ അനിഫഹം, എന്നിട്ടോണം അത് നമുക്കൊന്ന് അറിയാനേ. ഫവല്ലദീ ബഅസക ബിൽ ഹഖ്, ഹക്കുമായി തങ്ങളയച്ച റബ്ബിനെ തന്നെയാണ് സത്യം. ഇന്നി അതഖവ്വഫു, ഞാൻ പേടിക്കുന്നു, അൻ നകൂന മിൻഹും, തിഹാമയിലെ പർവ്വത തുല്യമായി അമല് കൊണ്ടുവന്നിട്ട് എല്ലാം ഹബാ മൻസൂറായി പോകുന്നത് വലിയ കഷ്ടാന്നല്ലോ, അത് ഞാൻ പേടിക്കുന്നു.
ഫഖാല തങ്ങൾ പറഞ്ഞു യാ സാലിമേ അമാ ഇന്നഹും കാനൂ യസൂമൂന അവർ നോമ്പ് നോക്കുന്നവർ തന്നെയാണ്, വയുസല്ലൂന അവർ നമസ്കരിക്കുന്നവരും തന്നെയാണ്, വലാകിന്നഹും ഇദാ അറദ ലഹും അവർക്ക് വന്നു ചേർന്ന ശൈഉം മിനൽ ഹറാം ഹറാം ചേർന്നാൽ വസബു അലൈഹി അതിനെ കൊണ്ട് ചാടി വീഴലാണ്. അപ്പം നിസ്കരിക്കാത്തതുകൊണ്ടല്ല ഈ പ്രശ്നം. ഫദ്ഹലല്ലാഹു അഅമാലഹും അതുകൊണ്ടാണ് അവരുടെ അഅമാലിനെ അല്ലാഹു തആല എന്താക്കി എല്ലാം തേച്ച് മായ്ച്ചു കളഞ്ഞത്. ഖാല മാലിക് മദീന റഹ്മഹുല്ലാഹ് പറയുന്നു ഹദാ വല്ലാഹി നിഫാഖ് ഇത് നിഫാഖ് തന്നെയാണല്ലോ. ഇങ്ങനെ നിസ്കാരമൊന്നും ആകുമ്പോഴുണ്ട് ഹറാം വന്നാൽ അതിനൊരു സൂക്ഷ്മതയില്ല. ഇനി 2 ഇസ്തിഹ്ഖാഖുഹു ദുഖൂലന്നാർ നരകത്തിൽ പ്രവേശിക്കലിന് അവൻ അർഹനായി മാറുന്നു എന്നതാണ് രണ്ടാമത്തേത്. ജാഅ ഫിൽ ഹദീസിൽ മർഫൂആയ ഹദീസിൽ വന്നു. എന്താ മർഫൂ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് പറയപ്പെട്ടാൽ എന്തായി മർഫൂആയി. യഅതി അലന്നാസി സമാനുൻ ജനങ്ങളെ പേരിൽ ഒരു കാലം വരും, ലാ യുബാലിൽ മർഉ മാ അഖദ മിൻഹു അതാ ഒരു മനുഷ്യന് അവൻ ഒന്നും ബലവെക്കുന്നില്ല. അവൻ സ്വീകരിച്ച സാധനം എന്താണ്? അമിനൽ ഹലാലി അമിനൽ ഹറാം ഹലാലിൽ നിന്ന് വന്നതാണോ ഹറാമിൽ നിന്ന് വന്നതാണോ എന്നൊന്നും നോക്കൂല, അത് എല്ലാം കുല്ലു ഹലാലായി. ഖാലൽ ഫളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു പറയുന്നു ഇക്തസിബൂ മിനൽ ഹലാൽ ഹലാലിൽ നിന്ന് നിങ്ങൾ സമ്പാദിക്കണം, വതസദ്ദഖൂ മിൻഹു ഹലാലിൽ നിന്ന് തന്നെ സദഖ കൊടുക്കുകയും വേണം. فإن رسول الله صلى الله عليه وسلم قال من لم يبال من أين اكتسب المال لم يبال الله به. മുതല് ഏത് ഭാഗത്തിൽ കൂടെ സമ്പാദിച്ചു എന്ന് തീരെ പ്രശ്നമാക്കാത്ത ഒരാളെ ലം യുബാലില്ലാഹു ബിഹി അല്ലാഹു തആല അവനെയാണ് പ്രശ്നമാക്കൂല. ഇങ്ങനെ മിൻ ഐന യുദ്ഖിലുഹുന്നാർ ഏതിൽ കൂടിയാണ് അവൻ നരകത്തിലേക്ക് കടത്തേണ്ടത് എന്ന് അല്ലാഹു തആല പ്രശ്നമാക്കൂല. ذكره الشهراني في تنبيه المعتدين അത് കിതാബിന്റെ പേരാണ് ഷഹറാനി ഇമാമിന്റെ. وقال صلى الله عليه وسلم والذي نفسي بيده നിങ്ങൾ എൻ്റെ റബ്ബിനെ തന്നെയാണ് സത്യം, ലഅൻ യഖുദ അഹദുക്കും ഹബ്ലഹു നിങ്ങൾപ്പെട്ട ഒരാൾ കയറെടുക്കുക, എന്നിട്ടോ ഫയഹതതിബ വിറക് ശേഖരിക്കാൻ പോവുക, സുമ്മ യഅതി ബിഹി പിന്നെ അത് കൊണ്ടുവന്നിട്ട് യഹ്മിലുഹു അലാ ദഹരി അവൻ്റെ പുറത്ത് വഹിച്ചു കൊണ്ടുവന്നിട്ട് ഫയബീഅഹു അത് വിൽക്കുക, ഫയഖൂൽ അതിൽ നിന്ന് തിന്നുക. അതാണ് ഖൈറുൽ ലഹു അവന് ഖൈറ് മിൻ അൻ യസ്അലന്നാസ് ജനങ്ങളോട് ചോദിക്കുന്നതിനേക്കാൾ. അപ്പം ആവശ്യമില്ലാണ്ട് ജനങ്ങളോട് ചോദിച്ചാൽ അത് ഹറാമായ വിഷയം. തൊട്ടേനെടുത്തതിന് ചോദിക്കലുണ്ട്. വല അൻ യഖുദ തുറാബൻ ഒരാൾ മണ്ണെടുക്കുന്നു, ഫയജ്അലഹു ഫീഹി അതവൻ്റെ വായിലിടുന്നു തിന്നുന്നു, ഖൈറുൻ ലഹു അവനത് ഖൈറാണ് മിൻ അൻ യജ്അല ഫീഹി മാ ഹറമല്ലാഹു അലൈഹി അവൻ അല്ലാഹു തആല ഹറാമാക്കിയ കാര്യം വായിലിടുന്നതിനേക്കാണ് മണ്ണ് വാരി വായിലിടലാതിനേക്കാണ് ഖൈർ. അഖ്റജഹു അഹ്മദ്. ഇനി സിദ്ദത്തു ഹിസാബിഹി യൗമൽ ഖിയാമ ഖിയാമത്ത് നാളിൻ്റെ ദിവസം കഠിനമായ ഹിസാബ് ഉണ്ടാകും. നഖല താജ് സുബ്കി റളിയല്ലാഹു അൻഹു തബഖാത്തിൽ ഉദ്ധരിച്ചു അനിൽ ഇമാമിൽ ഗസ്സാലി റളിയല്ലാഹു അൻഹുവിനെ തൊട്ടിട്ട് ബിൻ അസ്നാഇ വസിയ്യത്തിൽ ലഹു ഗസ്സാലി ഇമാമിൻ്റെ വസിയ്യത്തിൻ്റെ കൂട്ടത്തിലാണ് ഉള്ളത്. ആരോടാ വസിയ്യത്ത്? സുബ്കി ഇമാമിനോടല്ല, കുറക്കാലം ഉണ്ടാവില്ലല്ലോ. ഡി ബാലി അഹ്ലി അശ്രി ആ കാലഘട്ടത്തിൽ ജീവിച്ച ചിലരോട് ഗസ്സാലി ഇമാം വസിയ്യത്ത് പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു റബിയ ഷർറുൽ അഗ്നിയാഇ യൗമൽ ഖിയാമത്തി അർബഉ ഫിറഖിൻ അഗ്നിയാക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും മോശപ്പെട്ട 4 തായ്ഫത്തുണ്ടെന്ന് പറഞ്ഞു. 1 റജുലുൻ ജമഅ മാലൻ മിൻ ഹറാം ഹറാമിൽ നിന്ന് മുതൽ സമ്പാദിച്ചു, വഅൻഫഖഹു ഫീ ഹറാം ഹറാമിൽ തന്നെ ചെലവാക്കുകയും ചെയ്യും. അപ്പൊ ഹറാം ടു ഹറാം അല്ലേ, ഫ്രം ഹറാം ടു ഹറാം. ഫയുഖാലു അവനോട് പറയും ഇദ്ഹബൂ ബിഹി ഫിന്നാർ അവനെ നരകത്തിലേക്ക് കൊണ്ടുപോട്. ഒന്നയില്ലേ. വറജുലുൻ ജമഅ മാലൻ മിൻ ഹറാം ഹറാമിൽ നിന്ന് കുറെ സമ്പാദിച്ചിട്ടോ വഅൻഫഖഹു ഫീ ഹലാലിൽ എന്താക്കി ചിലവാക്കാരിക്കല്ലോ കുടിക്കുമ്പോൾ അങ്ങനെ ചെയ്തു. പക്ഷെ കട്ടതും തട്ടിപ്പാക്കി വൈശ്യം
അപ്പം നാല് മനസ്സിലാക്കാം. ഓരോ തറഫിലൊന്നുണ്ട് ഹലാല് ഹറാമി. ഇപ്പം ഹലാല് ഹറാമ് അതിനിങ്ങനെ ഇങ്ങനെ പിടിച്ചാൽ 1 2 3 4. അവനെ നരകത്തിലേക്ക് കൊണ്ടുപോടുമെന്ന് പറയും. കണ്ടയില്ലേ? വറജുലുൻ ജമഅ മാലൻ മിൻ ഹലാലിൻ, ഹലാലിൽ നിന്ന് സമ്പാദിച്ചിട്ട് വഅൻഫഖഹു ഫീ ഹറാമിൽ അത് ചെലവാക്കി. ഫയഖാലു ഇദ്ഹബൂ ബിഹി ഫിന്നാർ, നരകത്തിലേക്ക് പോയിക്കോന്നു. അതല്ലേ? ഇനിയിപ്പോൾ ഒന്നേ ബാക്കിയുള്ളൂ. വറജുലുൻ ജമഅ മാലൻ മിൻ ഹലാലിൻ വഅൻഫഖഹു ഫീ ഹലാൽ, ഹലാലിൽ നിന്ന് മാത്രം സമ്പാദിച്ചു, ഹലാലിൽ തന്നെ ചെലവാക്കുകയും ചെയ്തു. എന്നാലോ സ്വർഗ്ഗത്തിൽ പോയിക്കോന്നല്ല പറയാ, അവിടെ നിൽക്കുക, കുറച്ച് ചോദിക്കാനുണ്ടെന്ന്. അവനവിടെ പിടിച്ചു നിർത്ത്. വസ്അലൂഹു, അവനെ വിചാരണ ചെയ്യണം. ലഅല്ലഹു ലയ്യ ബിസബബി ഗിനാഹു, ഈ ഗിന കിട്ടിയ കാരണത്താൽ ഇയാൾ പാഴാക്കിയിട്ടുണ്ടോ? ഫീമാ ഫറദിന അലൈഹി, അവന്റെ മേലിൽ ഫർദാക്കിയ കാര്യങ്ങളിൽ എന്തെങ്കിലും ഉപേക്ഷ വരുത്തിയിട്ടുണ്ടോ എന്നുണ്ടാക്കുക, പരിശോധിക്കുക. 1. ഔ ഖസ്റ ഫി സ്വലാത്തിൽ, നമസ്കാരത്തിൽ ഉപേക്ഷ വരുത്തിയിട്ടുണ്ടോ, കുത്തി പറഞ്ഞിട്ടുണ്ടോ? ഔ ഫീ വുളൂഇഹാ, നമസ്കാരത്തിന്റെ വുളൂഇൽ കുഴപ്പം സംഭവിച്ചിട്ടുണ്ടോ? ഔ റുകൂഇഹാ, അല്ലെങ്കിൽ റുകൂഇൽ കുഴപ്പമുണ്ടോ? ഔ ഖുശൂഇഹാ, ഖുശൂഇൽ കുഴപ്പമുണ്ടോ എന്നെല്ലാം പരിശോധിക്കും. ഔ ലയ്യ ശൈഅൻ മിൻ ഫുറൂദി സക്കാത്തി, സക്കാത്തിന്റെ ഫർദുകളിൽ നിന്ന് എന്തെങ്കിലും പാഴാക്കിയിട്ടുണ്ടോ? അവിൽ ഹജ്ജി, അല്ലെ ഹജ്ജിന്റെ കാര്യങ്ങളിൽ നിന്ന്. ഫയഖൂലു, അവൻ പറയും ജമഅത്തുൽ മാല മിൻ ഹലാലിൻ വഅൻഫഖതുഹു ഫീ ഹലാൽ, പടച്ചോനെ ഹലാലിൽ നിന്ന് സമ്പാദിച്ച് ഹലാലിൽ ചിലവാക്കി. അതവിടെ നിൽക്കട്ടെ, ചോദ്യത്തിന് ഉത്തരം പറ. വമാ ലയ്യഅതു ശൈഅൻ മിൻ ഹുദൂദിൽ ഫറാഇദി, ഫർളാക്കപ്പെട്ട കാര്യന്റെ ഹദ്ദിൽ നിന്ന് ഞാൻ ഒന്നും പാഴാക്കിയിട്ടില്ല. അതൈതുഹാ ബി തമാമിഹ, അത് മുഴുവനും കൊണ്ടുവന്നിട്ടുണ്ട്. ഫയഖൂലു ലഅല്ലക ബാഹൈത വഖ്തൽത ഫീ ശൈഇൻ മിൻ സിയാബിക, അപ്പോൾ പിന്നെ ചോദ്യം ഇടാന്ന്, നിന്റെ വസ്ത്രത്തിൽ നിന്ന് എന്തെങ്കിലും ധരിച്ചിട്ട് നല്ല പൗര് കാട്ടിയിട്ടുണ്ടോ? നല്ലൊരു വസ്ത്രം എനിക്ക്, അതായി. ഫയഖൂലു യാ റബ്ബി മാ ബാഹൈതു വലഖ്തൽതു ഫീ സിയാബി, വസ്ത്രം ധരിച്ചിട്ട് ഞാൻ എന്താക്കിയിട്ടില്ല, പൊങ്ങച്ചം കാട്ടിയിട്ടോ ധാരാളം മുമ്പിൽ പ്രകടമാക്കിയിട്ടൊന്നുമില്ല. ഫയഖൂലു ലഅല്ലക ഫർറത ഫീമാ അമർനാക ബിഹി മിൻ സിലത്തിർ റഹിമി, സിലത്തുർ റഹിം ഞാൻ കൽപ്പിച്ചിട്ടുണ്ടല്ലോ, ചാർത്തന ചെറുക്കൽ എന്ന് പറയുന്നത്, അതിൽ ഉപേക്ഷ വരുത്തിയിട്ടുണ്ടോ? വഹക്കൽ ജീറാൻ, നിന്റെ കൂടെ താമസിക്കുന്ന അയൽ അടുത്ത പോരാന്ന് അർത്ഥമില്ല, ജീറാൻ കൂടെ താമസിക്കുന്ന എല്ലാവരും പോയി. വൽ മസാക്കില്ല. വഖസ്സർത ഫി തഖ്ദീമി വത്തഖീരി, അതുപോലെ മുന്തിക്കുക പിന്തിക്കുക, അതായത് ആദ്യം ആരെ മുന്തിക്കണം പിന്നീട് ആരെ മുന്തിക്കണം എന്ന് തർത്തീബുണ്ട്. ആ തർത്തീബിന്റെ വിഷയത്തിൽ തഫ്സീർ വന്നിട്ടുണ്ടോ? വത്തഫ്ദീലി വത്തഅദീലി, തഫ്ദീൽ അങ്ങനെ തന്നെ ഇന്നാക്ക് ഫളായില ഏൽപ്പിക്കണം. അതുപോലെ നീതി പുലർത്തുന്ന വിഷയത്തിൽ അങ്ങനെ. കണ്ടാ, അപ്പൊ ഇവരെല്ലാം വന്നിട്ട് ഇവരെ വളയുന്നു. അതിനല്ലോ സിലത്തുർ റഹിമിന്റെ ഹരികാറ്, ജീറാന്, മസാക്കീന് പോലത്തെ എല്ലാം വളഞ്ഞ്. ഖുർആൻ പറഞ്ഞില്ലേ, വൽ ജാരിൽ ഖുർബ വൽ ജാരിൽ ജുനുബി വസ്സാഹിബി ബിൽ ജംബി വബിനിസ് സബീലി ഫയഖൂലൂന റബ്ബനാ അഗ്നൈതഹു ബൈന അദ്ഹുരിനാ, നമ്മുടെ ഇടയിൽ വെച്ചിട്ട് പഠിച്ചവനെ ഇയാൾക്ക് നീ ഗിന കൊടുത്തിട്ടുണ്ട്. വഅഹ്വജ്തനാ ഇലൈഹി, ഇവനിലേക്ക് നമ്മൾ ആവശ്യക്കാരാക്കിയിട്ടുണ്ട്. പക്ഷേ ഫഖസ്റ ഫീ ഹഖിനാ, നമ്മളെ ഹക്ക് തരുന്ന വിഷയത്തിൽ ഇയാൾ തഖ്സീർ വരുത്തിയിട്ടുണ്ട് എന്ന്. അതുകൊണ്ട് ഇവരെ കേസ് കൊടുത്തോടെ. ഫൈൻ നഹറ തഖ്സീറു, തഖ്സീർ തെളിഞ്ഞാൽ ദുഹിബ ബിഹി ലന്നാർ, നരകത്തിലേക്കാണ് അയക്കപ്പെടുക. വഇല്ല, അങ്ങനെയല്ല ഖീല ലഹു ഖിഫ് ഹാത്തി, എന്നാ സ്വർഗത്തിലേക്കല്ലല്ലോ, ഇനി അവിടെ നിൽക്ക്. അൽ ആന ഹാത്തിൽ ആന ശുക്ര കുല്ലി ലഖ്മത്തിൻ വകുല്ലി ശർബത്തിൻ വകുല്ലി അകിലത്തിൻ വകുല്ലി ലദ്ദത്തിൻ, നീ കുറെ പിടി തിന്നിട്ടുണ്ട്, കുറെ കുടി കുടിച്ചിട്ടുണ്ട്, അതിലെല്ലാം കുറച്ച് രുചി ആസ്വദിച്ചിട്ടുണ്ട്, അതിന് ശുക്ർ അടക്കുന്നതാണ്. അതിന്റെ ശുക്ർ അതെ. ഫലായസാലു, അങ്ങനെ ചോദിച്ചു നോക്കുമ്പോൾ ഇവർക്ക് എന്താ ഉത്തരവില്ല, ഞാൻ എന്തിന്റെ ശുക്ർ കൂട്ടിന്നാ പറയുക. സാലിഹീങ്ങളായ അഗ്നിയാക്കൾ അവസ്ഥയാണ് ഈ പറഞ്ഞത്. അതായത് 3 തള്ളിയിട്ട് 1 പെടുത്തത്.
എന്നിട്ട് മിൻ ഹലാലിൻ ഇലാ ഹലാലാണ്. അൽ ഖായിമീന ബി ഹുഖൂഖില്ലാഹി തആല, അല്ലാഹുവിന്റെ ഹക്കുകളെ കൊണ്ട് നിലനിൽക്കുന്ന ആളാണ്. അയ്യതൂല വഖൂഫുഹും ഫിൽ അർസാത്ത്, മഹ്ശറിന്റെ മുറ്റത്ത് നിക്കല് നീണ്ടങ്ങോട്ട് പോയി. ഫകൈഫ ഹാലുൽ മുഫജ്ജിഖീൻ, അപ്പോൾ ഹലാലും ഹറാമും നോക്കേണ്ട തഫ്രീത്ത് വരുത്തുന്ന ആളുണ്ടല്ലോ, അവർ അവസ്ഥ എന്താണ്? അൽ മുൻഹമിക്കീന ഫിൽ ഹറാമി വശുബ്ഹാത്തിൽ, മുങ്ങിത്തള്ളുന്ന ആളവസ്ഥ എന്തായിരിക്കും? അൽ മുത്തക്കാസിരീന ബിഹിദി, ഈ ഹറാമ് ശുബ്ഹാത്ത് കൊടുത്തിട്ടാണ് മറ്റുള്ള ആളിനേക്കാൾ എനിക്ക് കൂടുതലുണ്ട് എന്ന് പ്രകടിപ്പിക്കുന്നു. കൂടുതലുള്ളതൊന്നും എൻ്റെ അല്ല. വലിയ വലിയ സൂപ്പർ മാർക്കറ്റ് ഉണ്ടാകും, വലിയ വലിയ അതെല്ലാം ഉണ്ടാകും, പക്ഷെ ആരതെല്ലാം ഇവൻ്റെ തൊന്ന ആഫീസ് മുതലുണ്ടാവില്ല. അതുകൊണ്ടാണ് മുത്തക്കാസിറാക്കിയത്. അൽ മുതനഇമീന ബിശഹവാതിഹിം, അവരെ ശഹവാത്ത് കൊണ്ടെന്താക്കി അവർ സുഖിക്കുകയാണ് ചെയ്തത്. അല്ലദീന ഖാല അല്ലാഹു തആല ഫീഹിം അൽഹാകുമുത് തകാസുർ, ഈ തകാസുർ നിങ്ങളെ മതിമറപ്പിച്ചിട്ടുണ്ട് എന്നാണ്. ഈ പെരുപ്പിച്ച് കാട്ടലുണ്ടല്ലോ, കസറത്തിനെ പ്രകടമാക്കൽ എന്നല്ല തകാസുർ. അതിന്റെ മസ്ജിദ് മദ്ദം എന്താണ്? കസറ, കസീർ, അതിന്റെ തഫാഉൽ വസന, അത് പ്രകടമാക്കൽ. ഇനി 4, അദമു ഖബൂലി അഅമാലിഹി വസലാത്തിഹി, അവന്റെ അമാലോ നിസ്കാരോ ഒന്നും കബൂലാക്കൂല. ഖാല അലൈഹി സ്വലാത്തു വസ്സലാം ഇന്ന ലില്ലാഹി മലക്കൻ അലാ ബൈത്തുൽ മുഖദ്ദസ്, ബൈത്തുൽ മുഖദ്ദസിൽ അല്ലാഹുവിന്റെ ഒരു മലക്കുണ്ട് അലൈഹിസ്സലാം. യുനാദി കുല്ല ലൈലത്തിൻ, ഓരോ രാത്രിയും ആ മലക്ക് വിളിച്ചു പറയുന്നു, മൻ അകല ഹറാമൻ ലം യുഖ്ബൽ മിൻഹു സർഫും വലാ അദിൽ, ഹറാമിൽ നിന്നൊരാൾ തിന്നിട്ടുണ്ടെങ്കിൽ അവൻ്റെ സർഫും അതിലും സ്വീകരിക്കൂല. സർഫ് എന്ന് പറഞ്ഞാൽ സുന്നത്താകപ്പെട്ട അമാലാണ്, അതിൽ എന്ന് പറഞ്ഞാൽ ഏതാണ്? ഫർളോ. അപ്പോൾ ഫർളോ സുന്നത്തോ ആയ ഒരു അമലും അള്ളാഹു സ്വീകരിക്കൂല. ഖീല അസ്സർഫു, ഇത് സർഫും വലാദിൽ അന്നാഫില, വൽ അദിലു എന്ന് പറഞ്ഞാൽ ഫരീല. ഇത് ദക്കറഹുൽ ഇമാമുൽ ഗസ്സാലി ഫിൽ ഇഹ്യ റളിയല്ലാഹു അൻഹു പറഞ്ഞു. وقال ابن عباس رضي الله عنهما പറയുന്നു, لا يقبل الله صلاة العبد وفي جوفه شيء من حرام, ഒരഅബ്ദിന്റെ നമസ്കാരം അല്ലാഹു തആല സ്വീകരിക്കുകയും ചെയ്യില്ല അവന്റെ ഉള്ളിൽ ഹറാമിൽപ്പെട്ട വല്ലതുണ്ടെങ്കിൽ. 5, ലാ യുവഫഖു ലിഅമലി സ്വാലിഹാത്ത്, ചെയ്യാൻ ഒരിക്കലും തൗഫീഖ് ഉണ്ടാവില്ല, ചെയ്യണമെന്ന് വിചാരിച്ചാലും നടക്കൂല എന്നാണ്. قال سيدنا القطب عبد الله الحداد رضي الله تعالى عنه وارضاه عنا واعلم أن الذي يتناول الحرام والشبهات, ഹറാമും ശുബ്ഹാത്തും ഉപയോഗിക്കുന്ന ഒരാൾ ഖല്ല അൻ യുവഫഖ ലിൽ അമലി സാലിഹി, സാലിഹായ അമലിന് തൗഫീഖ് കിട്ടാൻ വളരെ അപൂർവമാണ്. തൗഫീഖ് കിട്ടൂല, കാരണം തൗഫീഖ് കിട്ടിയാൽ സ്വർഗത്തിൽ പോണ്ടേ. അപ്പൊ ഈ ഇറച്ചിയായിട്ട് സ്വർഗത്തിൽ കയറ്റോ? വൈം മുഫ്ഫിഖ ലഹു, ഇനി തൗഫീഖ് കിട്ടിയെന്ന് സങ്കല്പിക്കാം ലാഹിറിലി, എന്നാൽ ഫലാ ബുദ്ദ അൻ യർദ ലഹു മിനൽ ആഫാത്തിൽ ബാത്തിന, ആ ചെയ്ത അമലിന് ബാത്തിനിയായ ആഫാത്ത് എന്തല്ലോ ബാധിച്ചിട്ടുണ്ടാവും, ജിയാകായിട്ട് ഉജുബായിട്ടൊക്കെ. അപ്പൊ അമലല്ലാണ്ട് പോയിട്ടുള്ളൂ. അതാ മാ യുഫ്സിദുഹു അലൈഹി, ആ അമലിനെ ഫസാദാക്കുന്ന കാര്യമെല്ലാം വന്നിട്ടുണ്ട്. ഏതുപോലെ കല്ലുജുബി വജിയ, ആളുണ്ടാകുമ്പോ നല്ല ജിയ ഉണ്ടാവില്ല, ആളില്ലാണ്ട് ഒറ്റക്കാന്ന് ഉജുബുണ്ടാവണം. വഅലാ കുല്ലി ഹാലിൻ, എങ്ങനെ വെച്ചാലും ഇത് തൗഫീഖ് കിട്ടിയെന്ന് വെച്ചാലും കിട്ടിയിട്ടില്ല എന്ന് വെച്ചാലും ഇപ്പൊ കണക്കന്നെ കണ്ടാ. ഫല്ലദീ യഅകുലുൽ ഹറാമ, ഹറാമ് ഭക്ഷിക്കുന്ന ഒരുത്തൻ അമലുഹു മർദൂദുൻ അലൈഹി, അവന്റെ അമല് അവനിലേക്ക് തന്നെ തള്ളപ്പെടും. കാരണം ലിഅന്നല്ലാഹു തആല തയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ തയ്യിബാ, അല്ലാഹു തആല തയ്യിബ എന്ന് പറഞ്ഞാൽ അള്ളാന്റെ ആ തൻസീഹാണ് പറഞ്ഞിരിക്കുന്നത്, എന്താണ് മടക്കുന്നവനെന്നല്ല. പിന്നെ തയ്യിബിനല്ലാണ്ട് സ്വീകരിക്കുകയും ചെയ്യൂല. വഖാല റളിയല്ലാഹു അൻഹു പറയുന്നു, ആര്യ ഖുതുബുൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു, വൽ അംവാലുൽ ഹറാമു മാ തറൂഹു ഇല്ലാ ഫിൽ ഹറാം, ഹറാമായ മുതല് ഹറാമിലല്ലാണ്ട് ചിലവാവില്ല എന്ന് പറയുന്നു. കേട്ടോ? വൈദാ അറത്താൻ താരിഫ മാലൻ, ഒരു മാല അറിയണമെങ്കിൽ ഹൽ ഹുവ ഹലാലുൻ അം ഹറാമുൻ, ഇത് ഹലാലോ ഹറാമോ എന്ന് അറിയണമെങ്കിൽ ഫൻദുർ ഫീമാ യുസ്റഫ്, അതെന്തിൽ ചെലവാക്കപ്പെട്ടു നോക്കിയാൽ മതി.
എന്തിനാന്ന് ഈ ചെലവാക്കപ്പെട്ട മാർഗം ഉണ്ടല്ലോ. അപ്പൊ ഹലാല് കുറച്ചേ കിട്ടും, അത് ഉണ്ടാക്കൂല, ഹറാമിൽ ചെലവാക്കാൻ കഴിയൂല. ഫീ ഹലാലിൻ അൻ ഹറാമിൻ, ഹലാലിലാണോ ഹറാമിലാണോ ചെലവാക്കപ്പെടുന്നത് നോക്കുക. അതുകൊണ്ട് ഫൈനൽ മാലൽ ഹറാമ യഗ്ബ യുസ്റഫ ഇല്ലാ ഫീമാ ഹുവ അസ്ലുഹു, ഹറാമായ മുതലാണെങ്കിൽ അതിൻ്റെ അസലാകുന്ന കാര്യത്തിലല്ലാതെ ചെലവാക്കല്ലാത്ത അത് തടഞ്ഞിരിക്കുകയാണ്, പോകാൻ വിടൂല എന്ന് പറഞ്ഞു. വശബ്ബഹ റളിയല്ലാഹു അൻഹു അംവാല അഹ്ലി സമാൻ, ഈ കാലഘട്ടത്തിലുള്ള ആളുകളുടെ മുതലിനെ ഇമാം എന്താക്കി? തശ്ബീഹാക്കി, പിന്നെ നരകത്തിനോട് തശ്ബീഹാക്കി. ലികൗനിഹിം ഫീ ഗൈരി തരീഖി, അത് യഥാർത്ഥ മാർഗത്തിലല്ല അവരുള്ളത്. യസ്ഹുൽ അലൈഹിം ഇഖ്റാജുഹു, അത് പുറപ്പെടുവിക്കൽ അവർക്ക് എളുപ്പമാകുന്നുണ്ട്. വഫി തരീഖി യഅ്സുറു അലൈഹിം, തരീഖിലാണെങ്കിലോ അത് ചെലവാക്കാനാണ് ബഖീലത്തിനെ കൊണ്ട് സാധിക്കുകയും ചെയ്യും. അത് പ്രയാസം തന്നെയാണ്. ഹറാമിൽ ചെലവാക്കാൻ എത്ര ഉടൻ ഭാര്യ ചെലവാക്കാൻ അവർക്കൊരു മടിയില്ല. 5 ലക്ഷം കടം വാങ്ങിയിട്ടാന്ന് പോലും ഒരാഴ്ച മംഗലാക്കി 4 ആൾ അറിയണ്ടേ ഉസ്താദ് എന്താ ഈ പറയുന്നത്? എൻ്റെ കടമ്പോടെ വേണ്ടി എന്തെങ്കിലും ചെല്ലണോ? ബാങ്കിൽ നിന്ന് ലോഡ് വാങ്ങിച്ചേ എന്താ ചെല്ലണ്ടി? 100 വേണ്ടി പലിശക്ക് കടം വാങ്ങുക, എന്തിനും ചെല്ലുക, എന്ത് ചെല്ലണ്ടി? ഇനി അത്തഹ്ദീറു മിൻ മദാലിമിൽ ഇബാദ്, അടിമകളെ വക്കൽ നിന്ന് ദുൽമ് ചെയ്തെടുക്കുന്ന കാര്യങ്ങളെ തൊട്ടുള്ള തഹ്ദീറാണ് പറയുന്നത്. അൻ ഹുദൈഫത റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നല്ലാഹ ഔഹാ ഇലയ്യ, അല്ലാഹു തആല എനിക്ക് വഹി അറിയിച്ചു. യാ അഖൽ മുർസലീൻ വയാ അഖൽ മുൻദിരീൻ, മുർസലീങ്ങളായ വിഭാഗമേ, അതുപോലെ ജനങ്ങൾക്ക് ഇൻദാർ ചെയ്യുന്ന വിഭാഗമേ എന്നെന്താക്കി? മുർസലീങ്ങളെ വിളിച്ചിട്ട് അൻദിർ ഖൗമക, തങ്ങളെ ഖൗമിനോട് ഇൻദാറാക്കണം. അല്ലാ യദ്ഖുലൂ ബൈതൻ മിൻ ബുയൂതി, എൻ്റെ വീടുകളിൽപ്പെട്ട ഒരൊറ്റ വീട്ടിലും കയറരുത്. എന്തുകൊണ്ട്? വലി അഹദിൻ ഇൻദഹും മദ്ലമ, ആർക്കെങ്കിലും ദുൽമ ചെയ്യപ്പെട്ട സാധനം ഉണ്ടെങ്കിൽ എൻ്റെ പുരയിൽ കയറണ്ടെന്ന് പറഞ്ഞേ. ബൈത്തുൽ മുഅ്മിനീൻ പള്ളിയല്ലേ. അതുകൊണ്ട് ഫഇന്നി അൽഅനുഹു, ഞാൻ അവരെ ലാനത്ത് ചെയ്യുന്നുണ്ട്. മാദാമ ഖായിമൻ ബൈന യദയ്യ, എൻ്റെ മുമ്പിൽ അവൻ നിൽക്കുന്ന കാലത്തോളം അവന് ലാനത്ത് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. യുസല്ലി, അവൻ സ്കരിക്കും. ഹത്താ യറുദ്ദ തിൽക്കൽ മലാമത ഇലാ അഹ്ലിഹാ, ആ ആക്രമിച്ചെടുക്കപ്പെട്ട വസ്തു അതിൻ്റെ അഹ്ലുകാർക്ക് തിരിച്ചു കൊടുക്കുന്നത് വരെയും ലാനത്ത് വരും. അപ്പൊ ഹത്ത എന്തിൻ്റെ? യുസല്ലിയിലേക്കല്ല, അൽഅനുഹു യുസല്ലി ഹാലാന്ന്. ഖായിമൻ ബൈന യദയ്യ യുസല്ലി, എൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് നമസ്കരിക്കുകയാണ്. പക്ഷെ ശാപമാണ് കിട്ടുന്നത്. എത്ര വരെ കിട്ടും? എത്ര തിൽക്കുന്ന ഉലാമത്തിലാഹലിയാണ്. فأكون سمعه الذي يسمع به وأكون بصره الذي يبصر به ويكون من أوليائي وأصفيائي ويكون جاري مع النبيين والصديقين والشهداء في الجنة. അങ്ങനെ മടക്കി കൊടുത്ത് എല്ലാം ക്ലിയറാക്കി എന്ന് വെക്കാം. എന്നാ അവൻ കേൾക്കുന്ന കേൾവി ഞാനാകും. അപ്പോൾ ഹദീസിൽ പറഞ്ഞില്ലേ, ഖുർബിന്റെ ഹദീസിൽ പറഞ്ഞില്ലേ, അവൻ കാണുന്ന കണ്ണും ഞാനാകും, എൻ്റെ ഔലിയാക്കൾപ്പെട്ടവനാകും, നബിമാരെ ശ്രദ്ധിക്കുന്നതോടൊപ്പം അവൻ്റെ ജാറുമാണ്. പക്ഷേ ഈ നുൽമുള്ള സാധനം ഉള്ളതുകൊണ്ട് അയാൾക്ക് തടസ്സമായി. അഖ്റജഹു അബൂ നഈം ഫിൽ ഹില്യത്തി. وقال رسول الله صلى الله عليه وسلم أوحى الله إلى بعض أنبيائه, അമ്പിയാക്കളിൽപ്പെട്ട ചിലർക്ക് അല്ലാഹു തആല വഹി അറിയിച്ചു. അൻ ഖുല്ലിൽ ദലമ, ദുൽമ ചെയ്യുന്നവരോട് പറയണം, ലാ യദ്കുറൂനി, എനിക്ക് ദിക്റേ വേണ്ടാന്ന് പറഞ്ഞു. അതുകൊണ്ട് ദിക്ർ ചെല്ലാൻ ഞാൻ തിരിച്ച് ദിക്ർ നൽകുമല്ലോ, ഇവനെ ഞാൻ അർഹനല്ലല്ലോ, അവിടെ പണിയെടുക്കണ്ട. ഫൈനി അതുക്കുറുമെന്തൊക്കെ എനിക്ക് ദിക്ർ ചെല്ല, ദിക്റിന് അള്ള തസ്ബീഹ് പിടിച്ചിട്ട് ചെല്ലുന്നല്ല എൻ്റെ വായന. അബദിന് അള്ള ചെല്ലുന്നൊരു ദിക്റിന് അള്ളാഹ്ക്കൊരു ഒരു വായനയുണ്ട്, അതുകൂടെ ചെയ്യേണ്ടി വരുമല്ലോ. വൈന്ന ദിക്രി ഇയ്യാഹും അൻ അൽഅനഹും, കാരണം ഞാൻ അവർക്ക് കൊടുക്കേണ്ട ദിക്റിന് നല്ല അനത്തെ കൊടുക്കേണ്ടിപ്പോ.
ഈ നാലിമീങ്ങൾക്ക് കൊടുക്കേണ്ട ദിക്ർ എന്താണ്? ലാനത്താ കൊടുക്കേണ്ടത്, ഒന്നിച്ചൂല. وعن سفيان الثوري رضي الله عنه قال قحط بنو إسرائيل 7 سنين. ബനു ഇസ്രായീലിൽ ക്ഷാമം ബാധിച്ചു 7 കൊല്ലക്കാലം. എത്ര വരെ? ഹത്താ അക്കലുൽ മൈത്തത വൽ അത്ഫാൽ. ശവം തിന്നേണ്ടി വന്നു, കുഞ്ഞുങ്ങളെയും തിന്നേണ്ടി വന്നു. ഫക്കാനു യഖ്റുജൂന ഇലൽ ജിബാലി. അവർ മലകളിലേക്ക് പുറപ്പെടും. യതനറഊന, അവർ ദ്വാരക്കാൻ വേണ്ടിച്ച് മഴവട്ടാനെ. ഫലാഉജാബു, എന്ത് മഴ? ഒരു ഉത്തരവില്ല. ഫൗഹല്ലാഹു ഇലാ മൂസ, മൂസ അലൈഹിസ്സലാമിലേക്ക് അല്ലാഹു തആല വഹയി അറിയിച്ചു. അൻകുല്ലഹും, അവരോട് പറയണം, ലൗ അബത്തുമൂനി ഹത്താ സിർതും കസ്സൗത്തിൽ ബാലി. ഉണങ്ങിയ വടി പോലെ എന്തായി നിങ്ങൾ രക്തം പെറ്റിട്ടെല്ലാം കൂടെ ഉണങ്ങിയ വടി പോലെയായി അത്രത്തോളം ഇബാദത്തെടുത്തു. എന്നാലും മാ ഖബിൽതു ലക്കും ദുആഅൻ, ഒരു ദുആഇ ഞാൻ സ്വീകരിക്കൂല. ഹത്താ തറുദ്ദുൽ മലാലിമ ഇലാ അഹ്ലിഹാ, മറ്റുള്ളവരുടെ ദുൽമ ചെയ്ത സാധനം തിരിച്ചു കൊടുക്കുന്നത് വരെയും ഉണ്ടാക്കൂല, ഒന്നും സ്വീകരിക്കൂല. വവറദ ഫീ ബഅദിൽ ആസാരി, ചില ആസാരങ്ങൾ വന്നിട്ടുണ്ട്. അന്നൽ ഫൽസൽ വാഹിദ മിൻ മലാലിമിൽ ഇബാദി, അടിമകളിൽ നിന്ന് ദുൽമായിട്ടെടുത്തിരിക്കുന്ന ഒരു ഫൽസ്, ഇവിടെ നമ്മളെ പറഞ്ഞ ഒരു നയാ പൈസ, തൂഖദു ഫീഹി, അതിൽ പിടിക്കപ്പെടലേ 700 സ്വലാത്തിൻ, 700 നമസ്കാരമാണ്. അതാണെങ്കിലോ മഖബൂല, സ്വീകാര്യ യോഗ്യമായ 700 നമസ്കാരമുണ്ടെങ്കിൽ ആ ഒരു ഫിൽസിനെ അവർ പിടിച്ചെടുത്തിട്ടുണ്ടോ? അതാ ഇബാദിന്റെ നുൽമ് ഹുവൽ നുൽമുൽ ലദീ ലാ യുത്റകു, ഒഴിവാക്കപ്പെടാത്ത നുൽമാകുന്നു, അതിന് വിട്ടുവെച്ച് കൊടുക്കൂലെന്നാ. അതുകൊണ്ട് قال الله تعالى في بعض ما أنزل أنا الظالم إن لم أنتقم من الظالمين. ലാലിമിന് പ്രതികാരം കൊടുത്തിട്ടില്ലെങ്കിൽ ഞാൻ ലാലിമാകേണ്ടി വരുമെന്ന് അള്ളാഹ് പറയും. ഒരു ലാലിമിന് ഞാൻ എന്താക്കണം? ശിക്ഷ കൊടുക്കണം. ആ ശിക്ഷ കൊടുക്കാണ്ട് വെറുതെ വിട്ടാൽ ഞാൻ ലാലിമല്ല, മറ്റവന്റെ ആ കട വധിക്കുമല്ല. أنه تعالى قال لو كان الظلم حجرا ملكا في الجنة لخربت الجنة بسببه. ഈ ളുൽമ് എന്നുള്ളത് ഒരു കല്ലാന്ന് വിചാരിക്കാം. അത് സ്വർഗത്തിൽ ഇടപെട്ടാൽ ആ കല്ലിന് വേണ്ടി സ്വർഗം തന്നെ അല്ലാഹു തആല കേടുവരുത്തി കളയും. ആ സ്വർഗം തന്നെ വേണ്ടാൻ നോക്കും. ഹുർമത്തുൽ അക്ലി ബിദ്ദീനി അവിൽ ഇൽമി അവിൻ നസബി, ഇനി പറയുന്നത് ദീനിന്റെ പേരും പറഞ്ഞിട്ട് സാപ്പിടുക. അതിന്റെ പേരിൽ കോലം കെട്ടിക്കെല്ലാം കൂടെ ആക്കിയ ജനങ്ങൾ പലതും കൊടുക്കും, പിന്നെ ഔദ്യാന്തികം വിചാരിച്ചിട്ട്. അതുപോലെ ഇൽമിന്റെ പേരിൽ, അല്ലെങ്കിൽ നസബേതാന്ന്, ഇവൻ കുറശിയാണ്, മറ്റാ തങ്ങാന്നെല്ലാം പറഞ്ഞിട്ട് അതിന്റെ പേരും പറഞ്ഞിട്ട്. റുവിയ മർഫൂഅൻ, മർഫൂ അറിയാല, ഉയർത്തി വെച്ചു എന്നല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട്. മൻ അകല ബിൽ ഇൽമി, ഇൽമ ഉപയോഗിച്ച ഒരാൾ തിന്നു, തമസല്ലാഹു അലാ വജ്ഹിഹി, അവന്റെ മുഖത്ത് അല്ലാഹു തആല പൊട്ടിച്ചെളിയുന്ന കണ്ണ്, തമസ്ന, കണ്ണിന് തമസുണ്ടല്ലേ. വറദ്ദഹു അലാ അഖിബൈഹി, അവനെ വന്ന വഴിക്ക് മടക്കിക്കളയും. വകാനത്തിന്നാറു ഔലാ ബിഹി, നരകമാണ് അവന് പറ്റിയ സാധനം എന്ന്. അഖദഹു ശിറാസി ഫിൽ അൽഖാബി വദ്ദൈലമി വഅബൂ നഈം മിൻ ഹദീസ് അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു. ഇനി وعن نطية بن بصر مرفوعا، أظن أنه مرفوع في قوله تعالى وعلم آدم الأسماء كلها എന്ന് പറഞ്ഞില്ലേ. ആദം അലൈഹിസ്സലാമിനെ അസ്മാ മുഴുവനും പഠിപ്പിച്ചെന്ന്, അസ്മാക്ക് കടം വരക്കാൻ പഠിപ്പിച്ചെന്നല്ല, അങ്ങനെ ഉചിത്താക്കുന്ന ആളുണ്ട്. എങ്ങോട്ട് കൂട്ടിയാൽ ഒരുപോലെ കിട്ടുന്ന കണങ്ങളെല്ലാം അതൊന്ന് അസ്മാവിന്റെ പണിയുന്നു. അത് ആദം അലൈഹിസ്സലാമിന് അല്ല, അതും തന്നെ പഠിപ്പിച്ച പണിയാൻ തന്നെ ന്യായീകരിക്കുന്നുണ്ട്. അല്ലമല്ലാഹു ആദമ അൽഫ ഹിർഫത്തിൻ, ആദം അലൈഹിസ്സലാമിന് 1000 പണി പഠിപ്പിച്ചിട്ടുണ്ട് തൊഴിൽ. മിനൽ ഹിറഫി, പല പണികളിൽ 1000 പണി അറിയാം. ഇപ്പൊ 5-10 പണിയാ അങ്ങനെ വരുന്ന മറ്റേ നമുക്ക് മലയാളം തിരിയത്തെ കുറച്ച് കോമ്പ് വരത്തില്ലേ, എല്ലാത്തിനും പറ്റുന്നുണ്ടല്ലോ. വകാല ലഹു ഖുൽ ലിഔലാദിക,
എന്നിട്ടോ മക്കളോട് പറയണം, പൊതുജീയത്തിക്ക മക്കളോടും പറയണം, എല്ലാം യസ്മിറു അനി ദുന്യാവിനെ ഒഴിവാക്കിയിട്ട് ജീവിക്കാൻ കഴിയൂലല്ലോ. അങ്ങനെ എന്താക്കണം, ഫത്ലുബുഹ ബിഹാദിഹിൽ നിറഫി, ഈ 1000 പണികൾപ്പെട്ട ഏതെങ്കിലും പണിയെടുത്തിട്ട് ദുന്യാവ് സമ്പാദിച്ചോ. അത്രേ ഞാൻ മുസ്ലിയാരാണ്, ഞാൻ തങ്ങാന്ന്, ഞാൻ ഷെയ്ഖാന്ന് പറഞ്ഞിട്ട് മാങ്ങാൻ നടക്കണ്ട. വലാ തത്ലുബുഹ ബിദ്ദീൻ, ദീൻ വിട്ടിട്ട് അത് തേടണ്ട. കാരണം ഫഇന്നദ്ദീന ലീ വഹദി ഖാലിസ, ദീൻ എനിക്കുള്ള പ്രത്യേകമായ സാധനം. വൈലുള്ളിമൻ തനബദ്ദുന്യാ ബിദ്ദീൻ, ദീൻ വിട്ടിട്ട് എന്താക്കി ദുന്യാവിനെ തേടുന്ന ഒരാൾക്ക് വൈലുണ്ട്. വൈലുല്ലഹു എന്ന് അത് വീണ്ടും ആവർത്തിച്ചു, അതേ വൈലുണ്ട്. തൗക്കീദ്. അഖ്റജഹു ദൈലമി ഫിൽ ഫിർദൗസ്. ഖാല ഇമാം റഹിമഹുല്ലാഹ് ഫീ മാനൽ അക്ലി ബിദ്ദീൻ, ഈ ദീൻ കൊണ്ട് തിന്നൽ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ്. മിസ്ലു അൻ യുഅതിയക, അതെങ്ങനെയെന്നല്ലോ, നിനക്ക് കുറച്ചാൾ കൊണ്ടുതരും. എന്താ അല്ലിഹി അന്നക വരിഉൻ തഖിയ്യുൻ, നീ വലിയ മുത്തഖിയായ വറഉള്ള ആളാണ് എന്ന് ഓം വിചാരിച്ചിട്ട് എന്താക്കും, ദ്വാരക്കണേന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ ഇവനതിന് അഹലല്ല. ഓന് കള്ളാച്ചി പണ്ടതിൽ കൊണ്ടുതരൂല്ലേ പൈസ. വയകൂന മിൻ ശർത്തി ഹില്ലിഹി, അപ്പം എന്താണ് ഇത് ഹലാലാകാനുള്ള ഷർത്ത് എന്താണെന്നറിയോ, അവൻ വിചാരിച്ചത് നിന്നിലുണ്ടാകണം. മനസ്സിലില്ല, നിന്നിൽ അവനെന്താണോ ഭാവന ചെയ്തത് അത് ഇവിടെ ഒറിജിനൽ ഉണ്ടാവണം. ആ ഇതെന്താന്ന് എന്ത് ഒപ്പിന്ന് അത് ചോദിക്കണം. അല്ല സാഹചര്യത്തിൽ കൈമുഖത്തന്നാ ഇതെനിക്കുള്ളതാണോ അല്ല നേർച്ചപ്പെട്ടിയിൽ ഇടണ്ടാണോ, സദസ്സിന് സ്റ്റേജ് കൊണ്ടുവരുമല്ലോ, ഇത് മുലർക്കാക്കുള്ളതാണോ അല്ല മറ്റേ സംഘടന പ്രവർത്തനത്തിലുണ്ടാണോ. എന്താ അല്ലാ യകൂന ഫീ ബാത്തിനിക, നിന്റെ ബാത്തിനിൽ ഉണ്ടാകാൻ പാടില്ല. ഇത് അത് ഹലാലാകണമെങ്കിൽ എന്ത് മാ ലവിത്തല അലൈഹിൽ മുഅതി, ആ കൊടുക്കുന്നവൻ അത് മനസ്സിലാക്കി. എന്നാ ഞാൻ കൊടുക്കുന്നില്ലായിരുന്നു, അല്ലെ കൊടുത്തതിൽ ഖേദിച്ചു പോകുന്നുണ്ടാ. എല്ലാം തനാമിനൽ ഏറ്റാൽ കൊടുക്കലിനെ തൊട്ട് ഓൻ ബലങ്ങുമായിരുന്നു. അങ്ങനത്തെ ഒന്നുണ്ടെങ്കിൽ വായിക്കൂടാ. തങ്ങാന്ന് വിചാരിച്ചിട്ട് തങ്ങളെ എന്ന് വിളിച്ചാൽ തങ്ങളാകാൻ പാടില്ല. പണ്ട് ഒരു സ്ഥലത്ത് ചെറുത്തൂരിനെ കുറച്ചപ്പുറം കുറേ കൊല്ലം മുമ്പ് ബഹുമാനപ്പെട്ട ആശിൻ തങ്ങളാണ് അവിടെ വയന്ന് പറയുന്നത്. ആശിൻ തങ്ങൾ കുഞ്ഞിക്ക് പിന്നെയെന്ന് പോയിട്ട് ആസ്പത്രിയിൽ പോയിട്ട് മൂപ്പുറം മുടങ്ങിയപ്പോൾ വിളിച്ചോന്ന് ആരെങ്കിലും പോയിട്ട് അത് നിർവഹിച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ പട്ടിക്കെട്ട് പഠിക്കുന്ന കാലമാണ്. ഇത്തിഫാക്കാൽ എന്നെ കിട്ടി. ഞാൻ ഏതായാലും പോവാപ്പാ. എൻ്റെ സെക്രട്ടറി പറഞ്ഞ് കണ്ണണ്ട് എന്നെ എടുത്തിട്ടേന്ന്. അവൻ എനിക്ക് നല്ല കാഴ്ച ഉണ്ടല്ലോ, അവൻ എന്തിനിടുന്നു. അന്ന് എനിക്ക് കണ്ണടൊന്നും വായിക്കാൻ കണ്ണടൊന്നും വേണ്ട, അന്നേരൊന്ന് സ്റ്റൈൽ കാണിക്കാൻ പോലും. പിന്നെ തങ്ങയല്ല എന്ന് പറഞ്ഞേക്കല്ലേ, തങ്ങൾ തന്നെ കൊണ്ടാന്ന് വരുത്തണോ. അത് നടക്കല്ലടേന്നറിയോ, ആശയം തങ്ങളെ അറിയാണ്ടിരിക്കണം, എന്നെ അറിയാണ്ടിരിക്കണം. എന്നാൽ ആ 2 ചേർത്തുണ്ടെങ്കിലേ തങ്ങായിട്ട് എനിക്ക് അഭിനയിക്കാൻ കഴിയുള്ളൂ. ഒരാൾ ഏതെങ്കിലും ഉണ്ടോ ആയിക്കോട്ടെ, വേണ്ട പോലെ കൈകാര്യം ചെയ്യപ്പോന്ന്. ഇത് അങ്ങനെ അത് അവിടെ താമസിക്കല്ലേ. തുടങ്ങുമ്പം തന്നെ ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ട സയ്യിദ് ഹാഷിം കുഞ്ഞിക്കോയ തങ്ങളാണ് വയത് പറയേണ്ടത്. പക്ഷെ മൂപ്പറ കുഞ്ഞിക്ക് സുഖമില്ലാത്തതുകൊണ്ട് ആസ്പത്രിയുമായി ഇടപെടേണ്ടെന്നിട്ട് എത്താൻ പറ്റിയിട്ടില്ല. അപ്പം മൂപ്പറ ഉത്തരവാദിത്ത ബോധം ഉള്ളത് കൊണ്ടെന്നാക്കി എന്നെ വിളിച്ചിട്ട് അധികാരപ്പെടുത്തിയതാണ്. ഞാൻ തങ്ങളല്ല കേട്ടോ, ഇത് ചിരട്ടക്കരിക്ക് വെച്ചിട്ടില്ല. അയാൾ പറഞ്ഞനുസരിച്ച് കയറ്റി പെറ്റണ്ട, പെറ്റണം കാണാതെ ഫെവിക്കോൾ വേണമെങ്കിൽ മതി തയ്ച്ചിട്ട് അല്ലെങ്കിൽ സിലിക്കോണെല്ലാം. അയാൾ പറഞ്ഞനുസരിക്കാത്തതുണ്ട്, അത് തന്നെ വെറുതെ വെച്ച്. അല്ല അയാൾ കുടുങ്ങിയില്ലേ. ഒരാള് ബഹുമാനിച്ചിട്ട് ഒരു പുസ്തകം ആർക്കാരും കൊടുക്കുമ്പോ ഇയാളുടെ എന്തെങ്കിലും ഒരു ഉപസാരം നോക്കട്ട് എന്ത് വകയിലാ തന്നത് എന്ന് പറയണം.
അയാൾ തന്ന സദക്കയാണോ? സ്വാലിഹായ മനുഷ്യനെ സദക്കയാണ് കേട്ടോ. ഇതെന്തിരിക്കാം? സദക്ക എന്ന് പറഞ്ഞാൽ ഇവന്റെ ഫക്കീർത്തനവും ഇവന്റെ ദാരിദ്ര്യവും ബുദ്ധിമുട്ടും കണ്ടിട്ട് എന്താ ഈ അനുകമ്പ തോന്നിയിട്ട് ഓൻ ഓരോഹരി തരുന്നു. അയാൾ ബിജാണിച്ചാൾക്കത്തെ കഷ്ടപ്പാട് ഇടില്ലെങ്കിൽ ഇത് സദക്ക വാങ്ങാൻ പറ്റൂല എന്ന് അത് തന്നെ പറയണം. അയാൾ വിചാരിച്ച മസ്കൂടില്ല. പിന്നെ ഉണ്ടാകല് ഹദിയാണ്. ഈ ഹദിയ എന്തെങ്കിലും ഉറപ്പില്ല എന്നാ പിന്നെ ചോദ്യം. ഹദിയൊക്കെ ഒരു മാനദണ്ഡം വെച്ചിട്ടുണ്ടാവും. ഒന്നിക്കൽ ഇയാൾ തങ്ങാണ്, തങ്ങൾക്ക് ഹദിയ കൊടുക്കാനാണ്. അപ്പം ഞാൻ തങ്ങയല്ല, അഹ്ലുബൈത്തല്ല, ഹശമിയല്ല, മുത്തലബിയല്ല, ഞാൻ തങ്ങയല്ല എന്ന് പറയണം. അല്ലെങ്കിൽ ഞാൻ വലിയൊരു അല്ലാമയാണ് എന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കും ഹദിയ കൊടുക്കുക. ഞാൻ അങ്ങനത്തെ ഒരു അല്ലാമയല്ല, ഞാൻ പറഞ്ഞാൽ ഇവിടെ മുത്താലിമെന്നാണ് പറഞ്ഞു. അല്ല, മുത്താലിമിന്നാണ് കൊടുക്കുന്നത്, അത് വാങ്ങാലോ. മുത്താലിമായെങ്കിൽ തന്നെ ഇവന് താലിമായിട്ട് വിഷയങ്ങളൊന്നുമില്ല. മുത്താലിം ഒന്ന് മുണ്ടാസം കെട്ടിയിട്ട് ഈ കാലത്ത് വെച്ച് നടക്കുന്നതെന്ന് എന്നാൽ മുത്താലിമും അല്ലല്ല, അതും പറ്റൂല. അപ്പൊ സലാഹുണ്ടോ? ഇല്ല. സലാഹ് ആഹില്ലെങ്കിലും പറയാൻ പറ്റുമോ? ഇത് ഒരു സാധാരണ മുസ്ലിമായൊരു തടി അയാൾക്ക് അയാളെന്താ തിരിഞ്ഞു അതുകൂടി ഇല്ലേ? അല്ലെങ്കിൽ ഒരു ബിൽസത്തിന് എത്ര പൈസ നോക്കണ്ട, ഒരു ഇഞ്ഞ കസേല ഒരു ഇക്റാം എന്നാലും പറ്റൂല. അതിൽ വാങ്ങിക്കൊടുക്കാൻ തിരിച്ചു കൊടുക്കാനൊന്നുമില്ലല്ലോ. അല്ല, അയാൾ ഇരുന്ന കസേല അടിച്ചാന്ന് അല്ലെങ്കിൽ രോഗിയാണെന്ന് തോന്നിപ്പോയി. അപ്പൊ ഇയാൾക്ക് അങ്ങനത്തെ ഒന്നുമില്ല. എന്താ അപ്പോ അയാൾ മനസ്സിലാക്കിയതിന് വിരുദ്ധമായിട്ടാണ് നിന്റെ ഉള്ളിലുള്ളതെങ്കിൽ അയാൾ കൊടുക്കൂല നോക്ക്. കൊടുക്കൂല, അല്ലെങ്കിൽ കൊടുത്തതിൽ ഖേദിക്കുന്ന ആളാണെങ്കിൽ പറ്റൂല. ഫലാ ഫർഖ ബൈന മൻ യഖ്ളു ബിത്തസവ്വുഫി, തസവ്വുഫിന്റെ പേരും പറഞ്ഞിട്ട് സ്വീകരിച്ചാലും വ്യത്യാസമില്ല, തഖ്വാന്റെ പേര് പറഞ്ഞിട്ട് സ്വീകരിച്ചാലും വ്യത്യാസമൊന്നുമില്ല. എത്തരത്തിൽ വലൈസ ഹുവ മുത്തസിഫൻ ബിദാലിക, ഈ പറയപ്പെട്ട തസവ്വുഫ് കൊണ്ടോ തഖ്വ കൊണ്ടോ മുത്തസിഫാവാത്താണ്. അതിൻ്റെ ഇടയിലും വ്യത്യാസമില്ല. വബൈന മൻ യസ്ഉമു, രണ്ട് ബൈന വരുമ്പോ രണ്ട് സാധനം വേണ്ടേ? ബൈന ബൈന, ഈ രണ്ടാമത്തെ ബൈനയാണ്. അന്നഹു അലവിയുൻ, ഇയാൾ അലവിയാണ്. അലവി എന്ന് പറഞ്ഞാൽ സയ്യിദ്, അത് അലി റളിയല്ലാഹു അൻഹുവിലേക്ക് ചേർത്ത അലവി എന്നാ പറയും. അപ്പം സാധാർത്ഥ്യങ്ങൾ ഏത് പാരമ്പര്യം വന്നാലും അലവി തന്നെ ഇരിക്കും. അത് മുത്തലിബിയ പാരമ്പര്യത്തിൽ അലിയാർത്തങ്ങം വരില്ല. അതെ, എന്തിനാ ലിയുഅത്ത, കൊടുക്കപ്പെടാൻ വേണ്ടി ഞാൻ സയ്യിദാണ് തങ്ങളാന്ന് പറഞ്ഞു. വഹുവ കാദിബൻ, യഥാർത്ഥത്തിൽ ഓൻ കളവ പറഞ്ഞത്. വകുല്ലു ദാലിക ഹറാമുൻ, ഇതെല്ലാം ഹറാമ് തന്നെയാണ്. ഇന്ദ ദവിൽ ബസായിർ, ബസീറത്തിന് ഒരു കാലെടുക്കൽ. വൈൻ അഫ്തൽ ഫഖീഹു ബിൽ ഹില്ലി, മൗലാർക്ക് അത് ഹലാലാന്ന് ഫത്വ നൽകിയാലും പറ്റൂല. അതെങ്ങനെ ഫത്വ നൽകിയാൽ ബിനാൻ അലൻ ലാഹിദ്, ലാഹിദ് മേലെ ഞാൻ തങ്ങാന്ന് പറഞ്ഞപ്പോൾ എന്നാ ആണെന്ന് പിരിപെടുത്തോന്ന് പറഞ്ഞാൽ ഒന്നും പറ്റൂല. وقال سيدنا الإمام أحمد بن زين الحبشي رضي الله عنه لو آتى أحد شيئا على ظن صلاحه, കണ്ട സലാഹ് ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ഒരാൾ ഒരു സാധനം കൊടുത്തു. വഹുവ യഅലമു, അവനറിയാം, ഖുലുബഹു അനിൽ മദ്ലൂൻ ഫീഹി, ഇവനിൽ ദന്ന് ചെയ്യപ്പെട്ട അത്രത്തോളം സലാഹ് ഖാലിയാണ് എന്നറിയാം. ഫതനാബുലുഹു ലഹു ഹറാമുൻ, അത് ഉപയോഗപ്പെടുത്തൽ ഹറാമാകുന്നു. വമൻ ഖാഫൽ അദുവ, ഒരു അദുവിനെ പേടിച്ച്, കലിസ്റ്റിൻ ഒരു കള്ളൻ, വനഹവിഹി, എന്നിട്ടോ വക്കാല പറഞ്ഞ് ഇന്നി ഷരീഫൻ, ഞാൻ ഷരീഫാണ്, എന്നൊന്നും ചെയ്യല്ലേ. എന്നാൽ ഈ മുതൽ വാങ്ങുന്ന അത്ര കേസാണ് വരില്ല. ഔ സാലിഹിന്റെ സാലിയാണ് എന്നാൽ ഫലായ നോട്ടുകൊണ്ടായിരിക്കും, അവിടെ അത്ര വലിയ പ്രശ്നം വരുന്നില്ല. പക്ഷെ പൈസ വാങ്ങിയാൽ ഒരു സാധനം എൻ്റെ കയ്യിൽ പെട്ടില്ലേ. ഇല്ല ഇൻഫാലിക്ക, ഇത് ചെയ്തെങ്കിലൊഴികെ, ഇത് അല വജിഹി തൽബീസ്, യഥാർത്ഥത്തിലുള്ള പേടിയൊന്നും ഇല്ലാതെ കണ്ട് തൽബീസാക്കിച്ച് ആളെ കബളിപ്പിക്കാൻ. ആ ഒരു ജൽബി മസ്ലഹത്ത് വലിക്കാനും ചെയ്താലും പറ്റൂല. ദൂന ദഫ്ഇ അള്ളാഹ് തടുക്കലിനൊഴികെ.
മനസ്സിലില്ല. ഈ അതുബിന്റെ മക്കൾ നിന്ന് മലർറത്ത് തടുക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്താം. ഞാൻ രോഗിയാണ്, എന്നൊന്നും ചെയ്യല്ലേ അല്ല എന്ന് പറഞ്ഞാൽ എന്ന് പറയാം. പക്ഷെ മസ്ലഹത്ത് വലിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആളെ തട്ടിപ്പാക്കാൻ വേണ്ടിയിട്ട് തങ്ങളാണ് തങ്ങാന്ന് പറഞ്ഞാൽ ശരിയാവില്ല. وقال سيدنا الإمام شهاب الدين أحمد بن علوي باحثا جمل الليل رضي الله عنه. അതെന്നറിയോ? ഒരു വലിയ ആളാ. السيد الشريف العلامة المحدث المسند മുഫ്തി ഷാഫിഇയ്യ. ഷാഫിൻ്റെ ഫത്വി എവിടെ? ബിമദീനത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വതുവഫിയ 1216 വഫാത്ത്. ഇമാം മുഅൽ ബുഖാരി തങ്ങളുടെ കാലം അടുത്തത്. കാന ഇമാമൻ വാസിഅൽ ഇത്ലാഅ്, ധാരാളം ഇൽമിൽ വ്യാപ്തിയുള്ള ഒരു ഇമാമായിരുന്നു. വഉസ്റതുഹു മിൻ മദീനത്തി ഷഹർ, അവരുടെ കുടുംബം ഷഹറിലാണ്. വഹാജറ വാലിദുഹു വജദ്ദുഹു ഇലൽ ഹിജാസ്, എന്നിട്ടോ മദീനയിലേക്ക് ഹിജ്റ വന്നതാണ്. അഫാദ ഫി ദിക്രി അയാനി ഉസ്റതിഹി വഉസൂലിഹിൽ മുഅർറഖുൽ അതാ. അപ്പം അവരെ കുടുംബത്തിൻ്റെയും അവരെ തറവാടുണ്ടല്ലോ പാരമ്പര്യം, അതിനെപ്പറ്റി നീട്ടി പറ്റി സംസാരിച്ചിട്ടുണ്ട്. അൽ മുഅർരിഖുൽ അദീബ് സയ്യിദ് മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹി ബാഹസൻ. അവർ ചരിത്രം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ നശ്റുൽ നഫഹാത്തിൽ മിസ്കിയ ഫി താരിഖി ഷഹരിൽ മഹമിയ്യ എന്ന് പറഞ്ഞ കിതാബിൽ വിശാലമായി പന്ത്രണ്ട് മൂപ്പര കണ്ണടമ്പിലെത്തിപ്പല്ലേ. മഖ്തൂത്തും ഫി ജുസ്അൈൻ, 2 മുജല്ലദ് മഖ്തൂത്തായ കിതാബെന്ന് പറഞ്ഞു. നഫഅ അല്ലാഹു ബിഹി ആമീൻ. അവർ ഫി ദഖീറത്തുൽ ഖൈറിൽ പറഞ്ഞു. വസ്മുഹു കാമിലൻ ദഖീറത്തുൽ ഖൈർ എന്നാണ്. ഫീമാ സുഅല അൻഹു മുഹമ്മദ് ബിനു ബിൽഖിസ്, ബാക്കൈസ് അല്ലേ, വ ഉമർ ബാ ജസീർ. അത് മഖ്തൂത്താണ്. മഖ്തൂത്ത് എന്ന് പറഞ്ഞാൽ എഴുതപ്പെട്ട തബായില്ല. മറ്റേ മത്തുബൂ എന്ന് പറയും. ഇന്നൽ ഇൻസാന ഫീ ഹാദിഹിൽ ഉസൂരിൽ ഹദീസത്തി, ഈ കാലഘട്ടത്തിൽ മനുഷ്യന്മാർ ലാ യസ്തഫീദു ഷൈഅൻ മിൻ അഹ്ലി ദുനിയാ, ദുന്യാവിൻ്റെ ഹരികാര വക്കൽ നിന്നൊന്നും കിട്ടൂല. ഇല്ലാ ബിഉമൂരിൻ, എന്തെങ്കിലും കാട്ടിക്കൂട്ടാണ്ട് കിട്ടൂല എന്നാണ്. എന്തെങ്കിലും പ്രകടിപ്പിക്കണം, ഇല്ലാത്ത പ്രകടിപ്പിച്ചിട്ട് ജനങ്ങളങ്ങ് വഞ്ചിക്കണം, എന്നാലേ കിട്ടൂ. ഒന്നെന്താ? ബി തൽബീസ്, ഒന്ന് വഞ്ചിക്കലെന്നെ. തൽബീസ് ഇല്ലാത്തത് പ്രകടമാക്കലല്ലേ തൽബീസ്. വൈദ്ഹാര സലാഹി, സലാഹിൻ്റെ കോലം കിട്ടുക. വസുഹുദിൻ്റെയും വനഹവിഹിമ, അല്ലെങ്കിൽ സലാഹിന് സുഹുദിനെ പ്രത്യേകം കോലം ഉണ്ടാ. പിന്നെ സാരി, പിന്നെ ഒരു കറുത്തത് മതി, വെളുത്തത്. കറുത്തത് നിങ്ങളെ പറ്റി പറഞ്ഞല്ലേ അല്ല, കറുത്തിടുന്നതിൽ എന്താ പൊസിഷൻ ഉണ്ടാവും? വഹുവ അലാ ഖിലാഫി ഹാദാ ഫീ നഫ്സിൽ അംർ, എത്തരത്തിൽ നഫ്സിൽ അംറിന് ഇതിന് വിരുദ്ധമാണ് അവന്. എന്തുകൊണ്ട്? ലൈ അന്നഹു ലൗ കാന സാദിഖൻ ഫീമാ തസയ്യാ ബിഹി, ഇവൻ എന്തുകൊണ്ടാണോ കോലം കെട്ടിയത് അത് സാദിക്കാണെങ്കിൽ ലമാ സനഅ ദാലിക, അത് ചെയ്യൂലായിരുന്നു. ആ കോലം കെട്ടൽ തന്നെ തട്ടിപ്പാന്ന് ഇപ്പം ഏതാ ഇവന് മനസ്സിലാക്കിയതാന്ന്. ഇൽഹാറുസ്സലാഹും സുഹുദും അല്ലേ, അത് ഉണ്ടെങ്കിൽ തന്നെ ആദ്യം കോലം കെട്ടാൻ തയ്യാറാവില്ല. ഫമാ ഹസന ബിദാലിക, ഇനി ഈ കോലത്തിൽ ഉണ്ടാകുന്നതെല്ലാം മുൻദരജം ഫീ ശർരി അബ്വാബിൽ ഖസ്ബി, പിടിച്ചു പറയുന്ന അബ്വാബിൻ്റെ ഓരോ ഇനങ്ങളാണത്. പിടിച്ചു പറിക്കൽ എന്തെല്ലാം ഉണ്ട്? കത്തി കാട്ടിച്ച് പിടിച്ചു പറിക്കലുണ്ട്, മാറ് പിടിച്ചിട്ടുണ്ട്, വളഞ്ഞു കൂടിയിട്ടുണ്ട്, കോലം കെട്ടിയിട്ടുമുണ്ട്. പണ്ട് ഞാൻ പട്ടിക്കാട്ട് കോളേജ് പഠിച്ച് ബസ്സിൽ കയറിയപ്പോൾ ഭയങ്കരമായ തിരക്ക്. ലോക്കൽ ബസ്സാകുമ്പോൾ ഭയങ്കര തിരക്കായിരിക്കും. അപ്പം എന്നോടൊരാൾ പറഞ്ഞ്, കോളേജിൽ പഠിക്കുന്ന 2 വിദ്യാർത്ഥികൾ മുമ്പിലെ സീറ്റിലുണ്ട്, നിങ്ങെന്താക്ക് നടന്ന് ആടെ പോയി കപ്പി പിടിച്ചിരിക്കുന്ന തോന്ന്. അപ്പം ഈ കുട്ടികളെ ഛർദ്ദയെ പെട്ടെങ്കിൽ എന്താകുമോ, ഉടനെ എണീച്ച് തരുമോ? അന്നേരം ഛർദ്ദിക്കുമല്ലോ, ഇങ്ങോട്ട് നോക്കലാണ്. അത് ഞാൻ കണ്ടില്ലല്ല. ഇനി അഥവാ കണ്ടാൽ തന്നെ അവിടെ പോയിട്ട് എണീക്കടാ എനിക്ക് സീറ്റ് കൊണ്ടാ എന്ന് പറഞ്ഞാലും, സീറ്റ് കിട്ടുമെന്നുള്ള പ്രതീക്ഷിക്കുന്ന സ്ഥലത്തേക്ക് പോയിട്ട് നിന്നാലും രണ്ടും കണക്കാന്ന്. ഹസ്ബൻ്റെ ഒരിനം, മറ്റേ ശാന്തമായ ഇനം, മറ്റേതോ ഗൈറു ശാന്തമായ ഇനം. അതാണ്.
അതപ്പോൾ ഗസ്ബ് എന്ന് പറഞ്ഞാൽ പിടിച്ചുപറിയല്ലേ, അതിൻ്റെ അബുവാബിൽപ്പെട്ട ഷെറിലായി വിടുക, മെച്ചമായതല്ല. വാക്കബഹി വുജൂഹി അക്കലി അംവാലിന്നാസി ബിൽ ബാത്തിൽ, ബാത്തിലായ മാർഗം ഉപയോഗിച്ചിട്ട് ജനങ്ങളെ മുതൽ തിന്നുന്നതിൽ ഏറ്റവും ബടക്കായൊരു കൊലാന്ന് കാണുന്നു. വല യഹില്ലു അഖ്ദുഹു, അത് മാങ്ങലും അനുവദനീയമല്ല. വല തസറുഫു ഫീഹി ബിവജ്ഹിൻ മിനൽ വുജൂഹ്, ഒരു തരത്തിലുള്ള തസറുഫും അനുവദനീയമല്ല. പിന്നെന്താ, അവന് മിൽക്കാവില്ല എന്നാ പറയുന്നത്. ബൽ ഹുവ ബാഖിൻ അലാ മുൽക്കി അസ്ഹാബിഹി, അതിൻ്റെ ഉടമ ഉണ്ടല്ലോ, ആ ഉടമ തന്നെ മിൽക്കിലുള്ളത്. ഏതുടമ? അൽ മഹ്ഫൂദി മിന്നും, അവരെ വക്കെന്നാണല്ലോ വാങ്ങിയത്. അതോടുണ്ട് കമാ സർറഹ ബിഹി ഫി തുഹഫത്തി ഫി ബാബിൽ ഗസ്ബി വസദഖത്തി തതവ്വുഇ, ബാബുൽ ഗസ്ബ് തുഹഫ അതിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഫയജിബു അലൈഹി റദ്ദുഹു ബിഐനിഹി, ഇതങ്ങനെ തന്നെ തിരിച്ചു കൊടുക്കൽ വാജിബാകും. എപ്പോൾ ഇൻകാന ബാക്കിയൻ, അത് ബാക്കിയുണ്ടെങ്കിൽ അങ്ങനെ തന്നെ തിരിച്ചു കൊടുക്കണം. വ മിസ്ലുഹു, അല്ലെങ്കിൽ അതിന് പകരം കൊടുക്കണം. ഇൻകാന മിസ്ലിയാണെങ്കിൽ നമുക്ക് മിസ്ലിയാണെങ്കിൽ അത് നശിച്ചും പോയി, നശിച്ചു പോകുമ്പോഴല്ലേ പകരം വാങ്ങി കൊടുക്കില്ലേ. ആ ഒരു റദ്ദു അക്സാ ഖീമത്തിൻ, അല്ലെങ്കിലോ അന്ന് നിലവിലുള്ള ഏറ്റവും വലിയ വില കൊടുക്കണം. ഇൻകാന മുത്തക്കബൻ, അത് വില കൽപ്പിക്കാൻ പോകുന്ന സാധനമാണെങ്കിൽ. മൂന്നാലൊന്ന് സാധനം അങ്ങനെ തന്നെ ഉണ്ട്, അത് എന്തിൻ്റെത്? ബഹുവ ബാക്കി, ഇൻകാന ബാക്കിയൻ. അല്ലെങ്കിലോ അതിൻ്റെ മിസില് വാങ്ങിക്കൊടുക്കുക, അപ്പോൾ തലിഫ നശിച്ചു പോയെങ്കിൽ രണ്ടായില്ലേ. അല്ലെങ്കിലോ അതിന് എത്ര വിലയുണ്ടോ അതിൻ്റെ ഏറ്റവും അക്കസാ വില കൊടുത്തുകൊള്ളണം. ഇനി മാത്രമല്ല വയജിബു അലൈഹി തൗബത്ത സാദിഖായ തൗബയും വാജിബാണ്. വഇല്ലാ കാന ളാലിമൻ ഫാസിഖൻ, ളാലിമൻ ഫാസിഖുമാകും. മുൻദരിജൻ ഫീമൻ ലഅനഹുമുല്ലാഹു ഫീ കിതാബിഹിൽ അസീസ്, അള്ളാഹുവിൻ്റെ കിതാബിൽ ലഅനത്ത് ചെയ്യപ്പെട്ടവനായി മാറും. അലാ ലഅനത്തുല്ലാഹി അലൽ ളാലിമീൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ദുൽമുള്ള ആൾക്കാന്ന് ഇത് അള്ളാഹിനെ ലഅനത്ത്, ഇവിടെ ദുൽമ സംഭവിച്ചു എന്നാണ്. മറ്റൊരായത്തിലോ വനജഅൽ ലഅനത്തല്ലാഹി അലൽ കാദിബീൻ, ഇവിടെ കദിബ് വായു കൊണ്ട് പറഞ്ഞിട്ടില്ലെങ്കിലും കോലം കൊണ്ട് കദിബുണ്ടാക്കി. വളരെ കോലം കെട്ടിട്ട് വരും, നടക്കാനെങ്കിൽ എല്ലാ കാലും മാറ്റി വെക്കാനെങ്കിൽ അതാക്കിയിട്ട്. അപ്പോൾ അതൊരാൾ എന്തോ പിടിയടാ അനാനാട്ടം പറഞ്ഞൊക്കെ ഒരൊറ്റ ഓട്ടം പോലും. അപ്പം നോക്കുമ്പോൾ വരുമ്പോഴുള്ള ദിവസമൊക്കെ എനിക്കില്ലല്ലോ. എന്തിനാ പറയുന്നത്? ആൾക്ക് വൃത്തി പറഞ്ഞ് ശീലിക്കാൻ വേണ്ടി പറയുന്ന സാധിക്കാൻ നീയത്തുണ്ടോ? കാരണം ഒരു സാഹചര്യം എനിക്ക് വന്നിട്ട് ആ സഭാകമ്പം മാറ്റാൻ അത് കടപ്പത്തെല്ലാം പോയിട്ടും ഭയന്ന് പറയുന്നുണ്ട്. ഒരു തിരമാല കൊണ്ടോടെല്ലാം ഭയന്ന് പറയുന്നത് വലിയ പ്രാസംഗന്മാർ കാട്ടിലും മരത്തിനോട് എന്നത് മാതിരിയാണോ? അങ്ങനെയാണെങ്കിൽ ആ നീയത്തിനാണെങ്കിൽ പറയാം. അപ്പം പൈസ അതിനത് തുടങ്ങി പറഞ്ഞ അപ്പൊ അത് മിക്സായ നീയത്തിന്റെ മസാല പറഞ്ഞിട്ടില്ലേ. ചില തോപ്പിക്കാനെ നിൽക്കുകയും ചെയ്യും. തളിപ്പറമ്പ് കഴിഞ്ഞിട്ട് ഏറ്റവും ആൾ കൂടുന്ന പള്ളിയാടെയെന്ന് ചോദിച്ചാലും അപ്പൊ ഈ മോലാക്കന്മാർ മലപ്പുറത്ത് നിന്ന് ഇറങ്ങി ഇറക്കുമതി ഉണ്ടല്ലോ, അവരോട് കപ്പളിപ്പള്ളി പോയിക്കോന്ന്. കപ്പളിപ്പള്ളി തളിപ്പലം സ്വന്തം ആഴ്ചക്കരിക്കാൻ പോലും ആൾക്ക് കിട്ടാത്ത സ്ഥലമാണെന്നുണ്ടാകും. ചിലപ്പോൾ ബാങ്കോടത്ത് മുക്കിയിരിക്കാൻ എനിക്കിരിക്കില്ല. ഇപ്പം എങ്ങനെയാണെന്നറിയില്ല, പള്ളി എന്നറിയില്ല, ഞങ്ങൾക്കറിയാം. അതിൻ്റെ ഉപ്പാൻ്റെ കുടുംബത്തിൻ്റെ പഴയ പള്ളിയുണ്ട് കപ്പളിപ്പള്ളി. അതായത് മുക്കോലിപ്പുക മുക്കവല 3 കവലുണ്ട് അവിടെ. ഒന്ന് കേക്കോട്ട് പോയാൽ ഇങ്ങനെ വന്നിട്ട് വ്യാപാരി ഭവനിലേക്ക് കൂടി അലവ കച്ചവണ്ടിയിലേക്ക് കൂടി ജുമാത്തുള്ളിലേക്ക് പോവാം. പടിഞ്ഞാറോട്ടേക്ക് പോയാൽ എന്താകുന്നറിയോ, ചെറവക്കിലേക്ക് എത്തും. എന്നിട്ട് ആ ഡോക്ടറില്ലേ ചെറുവക്കിൻ്റെ വസ്തുത്തിൽ രാജരാജേശ്വരി ഹോട്ടലിൻ്റെ ബേക്കിലേക്ക് എത്തും. അവിടുന്ന് ഒരു ടേൺ ചെയ്താൽ തങ്ങളുടെ ഉള്ളിലേക്ക് എത്തും. തങ്ങളുടെ ഉള്ളിൽ ഇപ്പം റോഡാക്കിയിട്ടതാ. അവിടെ ഇപ്പോൾ ഈ പ്യൂർ വെജിൻ്റെ ഒരു ഹോട്ടലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എന്നിട്ട് പാർക്കിങ് ഹോട്ടലിൽ തുന്നാൻ പെരുന്നാൾക്ക് മാത്രം വന്നൊരു ബോർഡുണ്ട്. വടക്കോട്ടേക്ക് പോയാലാണ് ഈ കപ്പടിപ്പള്ളി എത്തുക. അവിടെ എത്തുമ്പോൾ തളിപ്പറമ്പിന് ആയത്തായി. ഇനി അവിടെ നിന്ന് തിരിഞ്ഞ് വീണ്ടും ഇങ്ങേക്ക് വരാന്നേ ഉള്ളൂ. അവിടെ ഒന്നാൾ ഉപ്പാൻ്റെ ഒരു പേരുണ്ടായിരുന്നു. അവിടെ അന്നേരം ആശാരി പണിക്കലാണ് എൻ്റെ പഴയ ഓർമ്മ. ഇപ്പം ഉണ്ടോയെന്നറിയില്ല.
അവിടെ പോയ സാഹിദായിട്ടും ചൊല്ലിയിട്ടും പാടിയിട്ടും അള്ളാഹ്ക്ക് മാത്രം. പണ്ടത്തെ പള്ളി ഇപ്പം പഴയ പള്ളി പൊളിച്ചിട്ട് ഇപ്പം ഭയങ്കര ഉഷാറാക്കിയിട്ടുണ്ട്, എ സിയിലും വെച്ച്. ദുൽഖിഫിൽ അത് പിന്നെ കുറച്ചും കൂടെ പൊളിച്ചിട്ടല്ലേ, എല്ലായിടത്തേക്ക് പറഞ്ഞേക്കും. എൻ്റെ ഭാഗം കൊടുത്ത കാമണിക്ക് കഴിഞ്ഞിട്ട് ആരും വരുന്ന കാണുന്നില്ല. അപ്പം നോക്കുമ്പോൾ ഉറുദു പറയാൻ വേണ്ടി സാധിച്ചില്ല. അല്ല, ഉറുദു പറഞ്ഞ് പഠിക്കാൻ വേണ്ടി വേണിമ കയറി നിന്നിട്ട് ഇങ്ങനെ അടിച്ചിങ്ങനെ പറഞ്ഞാൽ പോലെ. അപ്പം പൈസ ഇല്ല, ഞാൻ കേതുണ്ടാ കിട്ടണമെന്ന് ആശിച്ചിനാ. അല്ല, ബാങ്കിൽ കെട്ടിക്കിടക്കുന്ന ആൾ തന്നെ ആൾ എണീച്ച് പോകുന്ന ആളെ തന്നിട്ട് പോയിക്കോന്ന് പറയൂ. എന്തിനാ തിരുന്ന്, എന്താ കെയർ ഓഫ്? അതൊരു വർക്കത്താന്നാ പറയുന്നത്. എന്ത് വർക്കത്ത്? ആശിച്ച പൈസക്കല്ലേ അറിയുന്നത്. അങ്ങനല്ല, നീ പോകുന്ന ആളെന്നാ തന്നിട്ട് പോയിക്കോന്ന് പറഞ്ഞു. എന്തിനാ തരുന്ന്, എന്ത് കെയർ ഓഫ്? സദക്കക്ക് ഇവൻ അഹലാണോ? അത് പറ. സദക്ക വാങ്ങേണ്ട അവസ്ഥ നേരത്തെ പറഞ്ഞില്ലേ? ചോദിക്കണോ ഇതായിരിക്കുള്ളത്, എന്തിനുള്ളതാണെന്നല്ല ഞാൻ ചോദിക്കലുണ്ട്. ആർക്ക് ഉള്ളതാണ് ഞാൻ ചോദിക്കുന്നത്? നിങ്ങളിട്ടില്ലേ ഒരാൾ 100 റുപ്യ തന്നു, ഞാൻ ചോദിച്ചു സദസ്സിലേക്ക് ചീരണിക്ക് പൈസയാണോ നിങ്ങൾക്കാണോ? നിങ്ങൾക്ക്. അതെ, അതാ. ഇനി ഇതിൽ ഈ മസാല നിന്ന് കുറുക്ക് മസാല പറയണ്ട. വഹാദ ഹറാമ ബിജ്മായി അയിമത്തിന് ഷാഫിയ്യ, ഷാഫി മദ്ഹബിലുള്ള ഇമാമിങ്ങളുടെ ഇജ്മാഅോടുകൂടി ഹറാമാകുന്നു. വൈദിമാര ഷാഫി അല്ലാത്ത ഇമാമിങ്ങളും ഉണ്ട്. എന്നിട്ട് ഇമാമിയങ്ങളല്ലാത്തവർന്നല്ലേ. അപ്പൊ ഹിമിന്റെ ലമീരടുത്തേക്ക് അയിമത്തിലേക്കോ ഷാഫിയ്യത്തിലേക്കോ? അതേട്ടാ, ഹിമിന്റെ ലമീരടുത്തേക്ക് ഷാഫിയ്യത്തിലേക്ക്. അതായത് ഷാഫിയ്യത്തും ഷാഫിയ്യത്തല്ലാത്തവരുമായി ഇമാമിയങ്ങൾ. എന്നിട്ട് ഇമാമിയങ്ങളും ഇമാമിയങ്ങളല്ലാത്തവരും എന്നല്ല. ഹിമിന്റെ ലമീറുണ്ടല്ലോ, അയിമത്ത് എന്ന് പറഞ്ഞ മുലാഫിലേക്കാണോ ഷാഫിയ്യത്ത് മുലാഫിൻ ഇലഹിയിലേക്കാണോ? അതാ സുആലിന്റെ മസല കേട്ടോ, സമസന്നെ കേട്ടോ. ബിഹി, ജനങ്ങളോട് ചോദിക്കുന്നതിൻ്റെയും അത് കിട്ടിയതിൻ്റെയും ഹുക്കം എന്താണ്? ചോദിച്ചപ്പം കിട്ടി. عن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم من سأل الناس أموالهم تكثرا, ജനങ്ങളോട് മുതൽ ചോദിക്കുന്നു മുതൽ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്. തകസ്തുർ അതായത് ദറൂറത്ത് കുടുങ്ങിയിട്ടല്ല. ജംറൻ, അവൻ തീക്കനലാണ് ചോദിക്കുന്നത്. തന്നെ എന്നെന്താക്കി ഇന്നം വിട്ട് അശ്രാക്കി. അതുകൊണ്ട് തീക്കനലാണ് ചോദിക്കുന്നത് മനസ്സിലായിക്കോ. ഫൽ യസ്തക്കില്ല, കുറക്കുന്നെങ്കിൽ കുറച്ചോ, അവൽ യസ്തക്സിർ അല്ലെങ്കിൽ കൂട്ടം നീ കൂട്ടിക്കോ, അത് നീ കൂട്ടാം. തീക്കനല്ലാതെ വാങ്ങുന്നു. തീക്കനൽ കൂടുതൽ വേണം വാങ്ങിക്കും. എന്നുവെച്ചാൽ അത് അനുവാദപത്രമല്ല. വഫീ റിവായത്തിൻ അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലാ തസാലുൽ മസ്അലതു ബിഅഹദിക്കും, ഈ യാചന എന്നുള്ളത് നിങ്ങളിൽപ്പെട്ട ആർക്കെങ്കിലും ഉണ്ടായിക്കൊണ്ടിരിക്കും. ഹത്താ യൽഖല്ലാഹ്, അള്ളാഹനെ കണ്ടുമുട്ടുന്നത് വരെ. എത്തരത്തിൽ കണ്ടുമുട്ടുന്നു? വലൈസ ഫീ വജ്ഹിഹി മുസ്അത്തു ലഹമിൻ, ലഹമിന്റെ ഒരംശം പോലും അവന്റെ മുഖത്തില്ല. വെറും എല്ല് മാത്രം ഉണ്ടാവും. أخرجه البخاري ومسلم من حديث ابن عمر رضي الله عنهما وعنه. അപ്പൊ എന്തായി മുസ്അത്ത് ലഹം എന്ന് പറഞ്ഞാൽ? അതാ ഖാലൽ ഖാദി അയ്യാദ് റളിയല്ലാഹു അൻഹു, ശിഫാ കിതാബിന്റെ ഇമാമാണ്, ഒരു വലിയ ആളാണ്. ഓരോ മനാക്കിന്ന് മാത്രം പറയാൻ വേണ്ടി അസ്ഹാറു റിയാദ് 7 മുജല്ലദാണ്. നമ്മൾ ഇമാമിങ്ങൾ ആരാന്നാ മനസ്സിലാക്കിയത്. അസ്ഹാറു റിയാദ് 7 മുജല്ലദ് കിതാബുണ്ട്. അവരുടെ ചരിത്രം പറയുന്നത്. ഖീല മഅനാഹു, ഇത് അവന്റെ മുഖത്ത് മുസ്അത്തുൽ ലഹം ഇല്ലാന്നല്ലേ പറഞ്ഞത്. യഅതി യൗമൽ ഖിയാമത്തി ദലീലൻ സാഖിതൻ ലാ വജ്ഹ ലഹു ഇൻദല്ലാഹി, അവൻ വളരെ നിസ്സാരനായിക്കൊണ്ടും
അള്ളാഹിൻ്റെ അടുക്കൽ ഒരു സ്ഥാനമാനമില്ലാത്തവനായിക്കൊണ്ടും അവൻ വരും എന്നാണ്. അപ്പം എന്തായി? മജാസായ അർത്ഥാണ്. കീല രണ്ടാമത്തെ കീഴിൽ ഹുമലാലാഹിരി മുമ്പത്ത് തന്നെ മാംസമേ ഉണ്ടാവില്ല, വെറും എല്ലിന്റെ കൂടാരം മാത്രം എന്നും അർത്ഥം വെച്ചവരുണ്ട്. അപ്പൊ ഹക്കീക്കത്തുമ്പോ തന്നെ ഇത് അവൻ ഒരുമിച്ച് കൂട്ടൽ മുഖത്ത് എല്ല് മാത്രമുണ്ട്, ലാ ലഹമാലി മാംസമില്ലാതെ. അതിന് ഉഖൂബത്തല്ലഹു അവന് ശിക്ഷ കൊടുത്തതാണ്. വഹലാമത്തല്ലഹു ബിദംബിഹി ഹീന തലബ വസഅല ബിവജ്ഹി മുഖം കാണിച്ചാണല്ലോ ജനങ്ങളോട് വാങ്ങിയത്. അപ്പം ആള് നോക്കാത്തവർ മുഖമാക്കി മാറ്റി ഇതല്ലേ. ഇതാരിക്ക് വഹാദാ ഫീമൻ സഅല ലിഗൈരി ദറൂറത്തിൻ ദറൂറത്തില്ലാത്ത ചോദ്യം മകനാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ദറൂറത്ത് വന്നാൽ ചിലപ്പോൾ മാതൂരും അതാ എന്തിനാ സുആലൻ മൻഹിയൻ അപ്പൊ വിരോധിക്കപ്പെട്ട സുആലായി. വാക്യസറ മിന്നു മാത്രമല്ല അതിൽ നിന്ന് വർദ്ധിപ്പിക്കുകയും ചെയ്ത് ആവശ്യം കഴിഞ്ഞതിന് ശേഷം. അതൊന്നും ചോദിക്കണം എന്താ തന്നതെന്ന്. ഓറ് നമ്മളെ പറ്റി എന്താ മനസ്സിലാക്കിയത്? ഹദിയ കൊടുക്കേണ്ട ആളെന്നാണോ എല്ലാ ഏർപ്പാടുകളായി നമ്മൾക്ക് വന്നാണോ ജനങ്ങളും നമ്മളെ വിലയിരുത്തിയിരിക്കുന്നത്? എന്നാലും അതിനൊരു പിന്നിൽ ഒരു ഹക്കീക്കത്ത് ഒരു ഫസ്റ്റൊന്നും ഉണ്ടാവില്ല, ബാധ്യ അറിയില്ല. അതിപ്പോ ഹദിയാണോ ചിന്തിച്ചു നോക്ക്. മുതല്ലിമികൾ അതിലും പാവപ്പെട്ടവരായിരിക്കും ഉണ്ടാകുക. അതിന് മുമ്പ് അറിവുണ്ടോന്ന് ചോദിച്ചാൽ മതി. ഭൂമിയിൽ അറിവുണ്ടോന്ന് ചോദിക്കൂ. എന്തിന്റെ അറിവാണ്? അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുന്നു വന്നിട്ട് അറിവുണ്ടോ? യെസ് അല്ലെ നോ? ഈ അറിവുണ്ടോന്ന് ചോദിച്ചാൽ എന്താണ് ഈ അറിവ് എന്ന് എന്റെ ചോദ്യം. അറിവല്ലേ? ആ, എന്നല്ലാണ്ട് ഹജ്ജ് ചെയ്യാൻ അറിയോന്നല്ല ചോദ്യം. അന്ന് മനസ്സിലാക്കണ്ടേ ഉണ്ടെന്നോ ഇല്ലെന്നോ ടിക്ക് ചെയ്യുമ്പോൾ പറഞ്ഞ എന്താ സാധനം? അല്ല, ചെയ്യുന്നതിനൊരു ധാരണയൊന്നും ഒരു ബസീറത്തോടെ ഇപ്പൊ ചെയ്യുന്നതിന് ഇത് ഈ ഫോമിൽ പറയപ്പെട്ട അറിവ് എന്താ സാധനം എന്ന് പറഞ്ഞ് ഇബാദത്തുമായി ബന്ധപ്പെട്ടത് 3 അറവാന്ന് ദബ്ഹാണ് ഇവിടെ വരിക. ഒന്ന് ഇഹ്റാമിന്റെ റോഫിൽ വരും. ഇഹ്റാം എന്ന് പറഞ്ഞാൽ 3 തരത്തിലുണ്ട്. ഇഫ്രാദ് ഉണ്ട്, തമത്തു ഉണ്ട്, ഖിറാൻ ഉണ്ട്. എല്ലാം അതിലേക്ക് മടങ്ങി അമലിയായ ഇഹ്റാം നോക്കിയാൽ. പിന്നെ 4ാമത്തെ ദിനം പറയും, പക്ഷെ ഏതെങ്കിലും ഒന്നിലേക്ക് മടങ്ങും. എങ്ങനെയാണ്? സെയ്ദ് ഏതാണോ ആ ഹിറാം പോലെ ഞാൻ. അപ്പൊ ഇവനെന്താക്കിയില്ല, തമത്വ ആണോ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ചെയ്യുന്നതിന് മുമ്പ് തീരുമാനിക്കണ്ടേ? അപ്പൊ ഒന്നെങ്കിൽ സെയ്ദ് തമത്വമാണ്, ഞാനും തമത്വമാണ്. ഒരാൾ താബിയേറ്റ് ഖിറാനാണെങ്കിൽ ഞാനും ഖിറാനാണ്. അപ്പൊ 3ാമതിലേക്ക് മടങ്ങില്ല. അതിനാണ് അമലിയായ ഹിറാം. അപ്പൊ ഇതിന് ഇഫ്രാദിന് എന്ത് വേണ്ട? ഇഹ്റാമിന്റെ ഖിറാഫിൽ അറവ് വേണ്ട. തമത്തുഇനും അറവ് വേണോ? അല്ല, ഫമൻ തമത്തഅ ബിൽ ഉംറതി ഇലൽ ഹജ്ജി ഫമസ്തൈസറ മിനൽ ഹദി. ആ ഹദി ഇല്ലെങ്കിൽ 10 നോമ്പ് 3 + 7 നോമ്പ് നോക്കണം. 2 മഹസൂറായി. ഈ നോമ്പ് നോക്കാൻ കഴിയാത്ത പക്ഷം എന്താക്കും? പിന്നെ റമദാന നോമ്പ് നോക്കാൻ കഴിയാഞ്ഞാൽ എന്താണോ ആ ഹുക്കം വരുന്നത് അവിടത്തേക്ക് മടങ്ങും, മുദ്ദുകൊടുക്കലേക്ക്. അത് മനസ്സിലായല്ലോ. ഖിറാനിന് പണി ലാഭം കിട്ടിയ വകയിലൊന്നുണ്ട്. അപ്പൊ ഇവിടുന്ന് പുറക്കുന്ന് പാസ്പോർട്ട് എടുക്കുന്നതിന് മുമ്പ് തന്നെ ഇഹ്റാം കെട്ടിക്കഴിഞ്ഞു. അപ്പൊ എന്താ ഇഹ്റാമിന്റെ ഇറപ്പിലായി അറിവ്? എന്നാലോ ഉറപ്പിച്ചാൽ സംഭവം നടന്നിട്ടില്ലല്ലോ. അതിന് ടൈമില്ലേ? സബബ് ഉണ്ടാണ്ടേ?
പിന്നെ രണ്ടാമത്തെ അറിവ് എത്രയാണ്? മുഹറമായ കാര്യം ഹറാമായ കാര്യം ചെയ്തു പോയെങ്കിൽ അവിടെ എന്തുണ്ട്? ആ മുറത്തമായ ചിലതിന് അറിവ് എല്ലാം എൻ്റെ ഒപ്പിച്ചിട്ടുണ്ടാവും. 27ഓളം ഫിദ്യ വരുന്ന കൂട്ടത്തിൽ എന്തുണ്ട്? എല്ലാത്തിനും ദബഹൽ പെടും. പിന്നെയാണ് അതല്ലെങ്കിലോ അതില്ലെങ്കിലോ അതിന് ചോയ്സ് കൊടുക്കുന്നത്. അപ്പം ഹറാമായ കാര്യം ചെയ്തിട്ടില്ലല്ലോ, ഇഹ്റാമെന്നെ കെട്ടിയിട്ടില്ലല്ലോ, പിന്നെ ഇങ്ങനെ ചെയ്തു. ഇതിങ്ങനെ മുനാക്ക ചെയ്യുമ്പോൾ പറയും നീയേ മൊയിലാറുള്ളൂ. അങ്ങനെ നമ്മൾ പറഞ്ഞിട്ടില്ല, ബോർഡ് വെച്ചിട്ടില്ലല്ല, ഞാൻ മാത്രമേ മൊയിലാറുള്ളൂ എന്ന് ബോർഡ് വെച്ചിട്ടാണ്. എൻ്റെ പേരിൻ്റെ എപ്പെങ്കിലും മുസ്ലിയാർ നിങ്ങൾ കിട്ടണം എവിടെയും കണ്ടെന്നിട്ടൊന്ന് അല്ലെങ്കിലോ വാജിബാത്ത് ഒഴിവാക്കിയാലാണ്, എന്നാലും മെഹ്റാമിൽ കടന്നിട്ടില്ലല്ലോ. പിന്നെ അവിടെ തന്നെ ദബഹല്ലെങ്കിലും ദബഹ വരിക, മുറത്തബ് ഉണ്ടാകും, മുഅദ്ദൽ ഉണ്ടാകും, പിന്നെ പല മുഖയ്യർ ഉണ്ടാകും, പല തലത്തിലുണ്ടാവില്ലേ. അപ്പൊ ഈ കൊടുക്കുന്ന ഉണ്ട് എന്ന് പറഞ്ഞ ഒന്നിനും പെട്ടിട്ടില്ല. പിന്നെ അത് ആയത്ത് മാഫിൽ ബാബ് ഫത്തുഹുൽ മുഅല്ലുണ്ട്. മക്ക ഹറമിനെ ഉദ്ദേശിക്കുന്ന ഒരാൾക്ക് ഒരു ഹദിയ കൊണ്ടുപോക്ക് സുന്നത്താകുന്നു എന്നല്ല, പള്ളിന്റെ തഹിയ്യത്ത് പോലെ ഒരു ഹദിയ കൊണ്ടുപോക്ക് ആ ഹദിയയിൽ പെടുത്താമെന്നല്ലാതെ യാതൊരു വകുപ്പ് ഹജ്ജോയിനും ഒന്നിക്കാൻ കഴിയില്ല. അതിനാണ്. എന്നാൽ തന്നെ ഇവിടെ കൊണ്ടുപോകും, നാട്ടിൽ നിന്ന് കൊണ്ടുപോകണം, അല്ലെങ്കിൽ അതിലേക്ക് അടുത്തെത്തുന്ന അങ്ങാടി നോക്കണം. ഇവിടുന്ന് ഫ്ലൈനിൽ കയറ്റിയിട്ട് പെയിനും കുട്ടി ഭക്ഷണം കൊണ്ടുപോകുകയാണ്. അല്ലെങ്കിൽ എന്താക്കണം? ആ വക്കാലത്തിന്റെ ഹഖീഖത്തനുസരിച്ച് വക്കാലത്താക്കണം. ആരാ വക്കീൽ, ആരാ മോക്കൽ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിന്റെ മസ്റഫ് എവിടെ? ചോദിക്കണമെന്നും പറ്റൂല. അപ്പൊ ശരിക്കും മനസ്സിലായില്ലേ? ദറൂറത്തില്ലാതെ ചോദിച്ചാക്കാണ് ഇത്രയും ഹുക്മത്ത് പറഞ്ഞത്. എന്താ കമാഫി ദിവായത്തുൽ ഇഹ്റാം മാൻസഅല തകസ്സുറൻ അപ്പുറം പറഞ്ഞിട്ടതാ. പൈസ വർദ്ധിപ്പിക്കാൻ ബിസിനസ്. വല്ലാഹു അഅലം. قال سيدنا الإمام عبد الله الحداد رضي الله عنه في شرح مسلم النبوي എന്താണ് ഖാദി ഇയാദ് അല്ലേ പറഞ്ഞത്? ഖാദി ഇയാദിന്റെ ഇക്മാല് എന്ന് പറഞ്ഞിട്ട് മുസ്ലിമിന്റെ ഷറഹുണ്ട്. അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നവവി ഇമാം എന്താക്കിയത്? ഷറഹ് മുസ്ലിം കാനൽ ഖാദി എന്ന് പറയുന്നത്. അപ്പൊ നമ്മ എടുത്തത് നിന്ന് നവവി ഇമാമിന്റെ ഷറഹിൽ നിന്നാണ്. ഓതണ്ട കിതാബ് കിട്ടാണ് തോപ്പിക്കുന്ന ദ്വാരക്ക് നവവി ഇമാമിന്റെ ഷറഹ് മുസ്ലിം അടക്കം ഓതിയാല് വലിയൊരു ബഹറായി മാറാം. ഹദീസും പഠിച്ച് നവവി ഇമാമിന്റെ ഇബാറത്തും കിട്ടി. قال سيدنا الإمام عبد الله الحداد رضي الله عنه إن السؤال من الفواحش. സുആൽ എന്നുള്ളത് ഫാഹിഷത്തായ ദോഷങ്ങളിൽപ്പെട്ടതാണ്. അതിന് ഉദാഹരണം സിന വശരിക്കത്തി എന്നതുപോലെയാണ് സുആലും. വമാ ഉബിഹ മിനൽ ഫവാഹിഷി, ഫവാഹിഷിൽ നിന്ന് ഹലാലാക്കപ്പെട്ടിട്ടില്ല ഇല്ലാ ഹുവ ഇൻദ ദറൂറത്തിന്റെ അവസരത്തിൽ അല്ലാതെ. ذكره في تثبيت الفؤاد. ആക്കിനുള്ള മൈത്തത്തിലില്ലേ മൈത്തത്ത്? അതുപോലെ തൊണ്ടക്ക് പിടിച്ച് മരിക്കാൻ പോകുമ്പോ ചെറുമ്പൽ ഖമറില്ലേ? وفي ذخيرة الخير لسيدنا الإمام محمد بن علوي باحثنا تبر حكم المأخوذ بالسؤال. സുആല കൊണ്ട് കിട്ടിയ സാധനം ഉണ്ടല്ലോ, അതിന്റെ ഹുക്കം എന്താ? കമാ സറഹ ബിഹി അഇമ്മത്തുന, നമ്മുടെ ഇമാമികൾ വ്യക്തമാക്കി പറഞ്ഞു പറയാ. ഇൻ കാനൽ ബാഇസു അലൈഹിൽ ഹയാഅ വത്തിഖാഅൽ ഫുഹ്ശി വറഗബത ഫീ ജാഹി സായിലി ഫഹുവ മിനൽ ഗസ്ബിൽ മഹലി വൽ ഹറാമി സുഹതി എന്നാണ്. അതായത് ഈ കിട്ടിയ കൊടുത്താളില്ലേ, കൊടുക്കുന്ന ആൾക്ക് പ്രേരിപ്പിച്ച എന്താന്ന്? ഓ ചോദിച്ചിട്ട് കൊടുക്കാൻ നടക്കെടുപ്പാ. അപ്പൊ ഹയാഗ് ആണോ അല്ല ഇവന്റെ ഫുഹ്ശ് കാക്കലാണോ? കാരണം കൊടുത്തിട്ടില്ലെങ്കിൽ എന്തല്ലോ ചീത്ത പറഞ്ഞിരിക്കും. എന്നാ കേൾക്കാൻ നിൽക്കണ്ട, ഒന്നും കൊടുത്തിട്ട് രക്ഷപ്പെട്ടെ. അതുപോലെ ഈ സായിലിനെ ജാഹിലി, സായിലിനെ എന്താക്കുക വേറെന്തോ കാര്യത്തിൽ ഉപയോഗപ്പെടുത്താൻ ഇവ കണക്കൂട്ടിട്ടുണ്ടാവും.
അങ്ങനത്തെല്ലാണോ എന്നാൽ അത് ഖസബിൽപ്പെട്ടതാണ്, അത് വാങ്ങൽ അനുവദനീയല്ല. അല്ല, ഖസബിൽ മഹല തനിച്ച ഖസബാണ്. വൽ ഹറാമി സുഹത്ത്, ഖുർആൻ പറഞ്ഞ സുഹത്ത്. വൈൻകാന മിൻ ഗൈരി സക്കാത്ത്, സക്കാത്ത് അല്ലാത്തതിൽപ്പെട്ടാണ്. സക്കാത്തുമല്ല, ഇവന് സാധുവായിട്ട് ഇവൻ ചോദിച്ചപ്പോൾ ഇവൻ എന്താക്കി, ഫക്കീർത്തനം കണ്ടിട്ട് സക്കാത്തിന്റെ ഹലാന്ന് കണ്ടപ്പോൾ സക്കാത്ത് കൊടുത്തു. മനസ്സിലായില്ലേ? അതല്ല, അവന് രാത്രി കഴിക്കാനുള്ള ഭക്ഷണം അതുപോലെ രാവിലെ കഴിക്കാനുള്ള ഭക്ഷണം എത്തിച്ചാലില്ല സ്വാൽ അനുവദനീയമേ അല്ല. അന്നത്തെ ഭക്ഷണത്തിന്റെ വകുപ്പായി. അല്ല, റാജിഹായ കോല് പ്രകാരം സവാഉൻ കാന മിൻ അഹ്ലിൽ ബൈത്തി അം മിൻ ഗൈരിഹിം, അഹ്ലുൽ ബൈത്തായാലും നിരക്കുള്ള ഗൈറായാലും നിരക്കുള്ള. ഇനി വഇല്ലം യജിദ് മാ ദക്കറ, ഇത് മാ ദക്കറ ഏതാണ്? യൗമിന്റെ അശാ. ഇപ്പം പകലാ ഉള്ളത്, രാത്രി കഴിക്കേണ്ട ഭക്ഷണം. രാത്രിയാണ് ഏത് രാവിലെ കഴിക്കേണ്ടത്. അത് കിട്ടിയിട്ടില്ലെങ്കിൽ സാഗലഹു സുആലു, സുആൽ അനുവദനീയമാണ്. പക്ഷെ ഖിലാഫുൽ ഔലിയായിരിക്കും. വയക്കൂന് ഖിലാഫുൽ ഔല. എന്തുകൊണ്ട്? ബിശറത്തി അദമി ഇദ്ലാലി നഫ്സിഹി, അവന്റെ നഫ്സിനെ ദലീലാക്കാൻ പാടില്ല എന്ന ഷർത്തോട്. നഫ്സിനെ ദലീലാക്കുമ്പോൾ വേറൊരു തെറ്റായിട്ട് വന്നു. എന്നിട്ടോ വലഹിഹി ഫി സുആലി, സുആലിന് കീർത്തി ചോദിക്കാൻ എടുക്ക്. ഇപ്പൊ കൊണ്ടാപ്പന്നുകൊണ്ട് ഒക്കെ തന്നെ പോയോടത്തണം പോയി കീശയിലും കയറി പിടിക്കും. വാദൽ മസ്ഊലി, അതുപോലെ ചോദിക്കപ്പെട്ടവന്റെ ബുദ്ധിമുട്ടും ഇല്ലായ്മ വന്നിട്ട് അങ്ങനൊന്നും ഇല്ലാതെ കണ്ടാണെങ്കിലാണ് ഇപ്പൊ ഇത് സാഗലഹു സുആലു ഖിലാഫുൽ ഔല. അല്ലെങ്കിലോ പിന്നെ അത് ഹറാമിന്റെ ഇല്ലേ. മറ്റുള്ള ആളുടെയിൽ തോന്നിപ്പോവില്ല ഇയാളെന്തോ ഇയാളെ തെറ്റ് ചെയ്യുന്നു. ഇല്ല എന്ന് പറഞ്ഞാലോ നഫ്സിനെ ഇദ്ലാലാക്കുകയോ അല്ലെങ്കിൽ ചോദിക്കപ്പെടുന്നവനെ ബുദ്ധിമുട്ടിക്കുകയോ ചെയ്താൽ ഖാന സുആലു ഹറാമൻ ഇത്തിഫാഖൻ ഹറാമാണ്. ഇനി വയുബാഹു സുആലു ലിഹാജത്തിൻ മുഹിമ്മത്തിൻ, കഠിനമായ ഹാജത്ത് വന്നു കഴിഞ്ഞാൽ സുആൽ ഹലാലാണ്. എപ്പോഴ്? കമല്ല ജുബ്ബത്തലഹു യതദാ ബിൽ ബർദി, കഠിനമായ തണുപ്പ് കൊണ്ട് ഓനിക്ക് സഹിക്കാനാകുന്നില്ല. ഇവനിക്ക് ഒരു ജുബ്ബതാപ്പ എനിക്ക് പുതക്കാനാണ്. കണ്ടാ? ബിഖിലാഫി സുആൽ ലിസൗബി യതജമ്മലു ബിഹി, ചമയാനുള്ള വസ്ത്രത്തിന് ചോദിക്കാൻ വിട്ടുപാടില്ല. അതുകൊണ്ട് അവിടെ ബർദിന് ചമയല്ലല്ലേ വേണ്ട, മറ്റേ ദേഹത്തിന് ആരോഗ്യം കാക്കാനല്ലേ. ഫഇന്നഹു മക്റൂഹും ബിശുറൂതി സലാസത്തിൽ മദ്കൂർ, മുമ്പ് 3 ഷർത്ത് പറഞ്ഞു. എന്തെല്ലാണ്? ഒന്ന് അദമു ഇദ്ലാലി നഫ്സിഹി, നഫ്സിനെ ദലീലാക്കൽ പറ്റൂല. 2 ചോദ്യത്തിൽ കീർത്തിച്ച് ചോദിക്കാൻ പാടില്ല. മസ്ഊലിന് ഈ ചോദ്യം കൊണ്ട് ബുദ്ധിമുട്ട് വരാനും പാടില്ല. ആ ഷർത്തോടുകൂടി മക്റൂഹാണ്. വമതാ ഫുഖിദ വാഹിദുൻ മിൻഹാ, ഈ 3 ഷർത്തിൽപ്പെട്ട ഏതെങ്കിലും ഒന്നില്ലാഞ്ഞാൽ കാൻ ഹറാമൻ, അത് വാങ്ങിയ സാധനം ഹറാമമാണ്. ലാ യംലികു സായിഖ് മാ അഖബഹു, വാങ്ങിയതവൻ മിൽക്കാക്കൂല. കമാ നസ്സു അലൈഹി, അങ്ങനെ ഫഖാഹന്മാർ വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്. ചുരുക്കത്തിൽ ഖാല വബിൽ ജുംലത്തി ഫസ്സായിലു അലാ ഖതറിൻ അളീം, ഈ സായിലി വമ്പിച്ച അപകട വക്കത്താ ഉള്ളത്. എന്തുകൊണ്ടാണ്? ഈ ഷർത്തൊന്നും ഒത്തിട്ടാക്കാൻ കഴിയൂല. ഇത് ശുറൂത്തുൽ ജവാസ് കല്ല അൻ തതവഫറ ഫീ ഹാദൽ സമാൻ, ഈ കാലഘട്ടത്തിൽ ഒത്തുകൂടൽ വളരെ പ്രയാസമാണ്. വൽഇഖ്തിസാറു അലൽ ഖദരി അല്ലദീ അബാഹ ശാരിഉ, ശറഅ അനുവദിക്കപ്പെട്ട അതേ ഖദറിന്റെ മേൽ ചുരുക്കല്, കിട്ടേണ്ടത് വയസ്സായി. ബഹുമാനപ്പെട്ട കണ്ണിത്തുസ്ഥാനെ പറ്റിയിട്ട് നാട്ടിലുള്ള മുമ്പത്തെ പ്രസിഡന്റ് പറയലുണ്ട്, മൂപ്പർക്ക് ദർശനങ്ങൾ ശമ്പളം കാര്യമൊന്നുമില്ല പോലെ, എന്തെങ്കിലും ഒരു ഹദിയായിട്ട് കിട്ടിയെങ്കിൽ വാങ്ങാന്നല്ലാണ്ട് ശമ്പളത്തിന്റെ കാര്യം ഉണ്ടെങ്കിൽ പറയല, അതൊന്നും മൂപ്പർക്കില്ല. മൂപ്പർ തബിയത്ത് എങ്ങനെയാണ്? നാട്ടിൽ പോകാൻ നമുക്ക് ബസ്സിന് പൈസയില്ല. ഒരാളോട് പറഞ്ഞ് നീ നാളെ ഒരു 100 രൂപ എനിക്ക് കടം തരണം, ഞാൻ തിരിച്ചടക്കും, ഒശാരയിച്ച് വേണ്ട, കടം വഹിച്ച്. അയാൾ രാവിലെ എന്താക്കി 100 രൂപ എടുത്തിട്ട് പോയി. അനുഭവം തന്നെ പറയുന്നു, നിന്റെ പൈസ എനിക്ക് ഹറാമാണ് എന്ന് പറഞ്ഞു. ഇയാൾ കരച്ചിലേ കരച്ചിൽ. ഇന്നലെ പൈസക്ക് ആവശ്യപ്പെട്ടിട്ട് ഇന്ന് കൊടുക്കുമ്പോൾ ഹറാമ് എന്ന് പറഞ്ഞിട്ട് എന്നെ മടക്കിയതാണോ എന്താ എനിക്ക് പറ്റിയെന്നൊന്നും തിരിയുന്നില്ല.
വിളിച്ചിട്ട് പറഞ്ഞു, മോനെ ഇന്നലെ എനിക്ക് കടം ചോദിക്കൽ അനുവദനീയമായ ഹാലായിരുന്നു ഇന്നലെ. എനിക്ക് രാവിലെ ഒരാളെന്താക്കി എനിക്കൊരു ഹദിയാക്കിയിട്ട് 100 റുപ്യ എനിക്ക് തന്നിട്ടുണ്ട്. അപ്പം ബസ്സിൻ്റെ പൈസ എൻ്റെ കയ്യിലുണ്ട്. ഉണ്ടായിരിക്കവേ ഒരു 100 നിന്നോട് വാങ്ങൽ അനുവദനീയമല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് മോന് വിഷമിക്കണ്ട. വലിയ സൂക്ഷ്മതയുള്ളതാണ് പറഞ്ഞു. പക്ഷെ അതെല്ലാം പോയി. പള്ളിയിൽ നിന്ന് അറിയാണ്ട് കാല് തെറ്റിപ്പോയില്ലെങ്കിൽ അവൻ ചോദിക്കുമ്പോൾ ഞാൻ ഏത് കാലോടെ ഒറ്റ വെച്ചത് ഇല്ലേ? അപ്പം എന്താക്കുന്ന ഞാൻ നഫ്സിനൊക്കെ ഉള്ള കുസൂറ് ചേർത്തിട്ട് ഞാൻ കാല് തെറ്റിയിട്ടാ വെച്ചത്. പുറത്ത് നിന്നിട്ട് ബലത്തേക്കാലും വെച്ചിട്ട് അള്ളാഹുമ്മ എന്നാണ് അബൂബ് റഹ്മത്തിക്കലി ബലത്തേക്കാല് വെച്ചിട്ട് ഉള്ളിക്കയറി തഹയ്യത്തേക്ക് വെച്ചിട്ട് തിരിച്ചു വെച്ചു. ശരിയാക്കിയിട്ട് എന്താണ് ഓതാൻ വന്നതാ തന്നെ? ഓതണേ കേട്ടാ. നോക്കട്ടെ. അപ്പം വലക്തസാറും അല്ല കതിരില്ലത് അബാഹ ഷാരി അനുവദിച്ചിരിക്കുന്ന കതിറിനെ ചുരുക്കി പിടിക്കല് അധിക നഫ്സുകൾക്കും അപൂർവമാണ് എന്ത് അൽ വഖൂഫ് ഇൻദഹു. അത് മനസ്സിലാക്കലും അത് നിൽക്കലും വളരെ പ്രയാസകരമാണ്. അപ്പൊ പയക്കൂനം അൻജാവസഹു, കാരണം ആ ഹദ് വിട്ടു കടന്നാല് മൂർത്തകിബൻ ഫിൽ ഇസ്മില്ലദീ, വമ്പിച്ച കുറ്റത്തിൽ അകപ്പെട്ടവനായി മാറുന്നു. ദാഖിലൻ ഫിൽ വഈദി ശദീദില്ലദീ വറദ ഫീ ദാലിക്, അതിൽ വാരിദായ കഠിനമായ വഈദ് ഉൾപ്പെടുന്നതാണ്. قال الحبيب العلامة أحمد بن علي الجنيدي رضي الله عنه رأيت بعض الناس يأخذون بوجه الحياء ويري بأنه من أهل الصلاح والفقر وربما يعتقده المعطى أنه كذلك ويكون ما أخذه من هذا القبيل كالمأخوذ بالسيفين والرجل. ഞാൻ ചില ജനങ്ങളെ കാണുന്നു ഹയാന്റെ വജുഹോടുകൂടി വാങ്ങും. ഇവൻ സലാഹിന്റെ അഹലാണ് ഫഖറിന്റെ അഹലാണെന്ന് പ്രകടിപ്പിക്കുകയും ചെയ്യും. കൊടുക്കുന്നവനെന്താക്കും ഏത്തക്കാത് ചെയ്യും അന്നഹു കദാലിക. അവിടെ മുഴത്തിന്നല്ലേ വേണ്ടി അന്നഹു കദാലിക. അത് സലാഹും ഫഖറും ഉണ്ടെന്നോ മനസ്സിലാക്കി. ഈ കോലത്തിൽ വാങ്ങിയത് വാള് കാട്ടി വാങ്ങിയത് തുല്യം തന്നെ. വാളിന്റെ പകരം എന്താക്കി സലാഹും ഫഖറും പ്രകടമാക്കിയിട്ട് വാങ്ങിയെന്ന് മാത്രം. കാലവസമയത്തും അത് നാട്ടിന്റെ പേര് സിബാം. അന്നൽ ഹബീബ് അഹ്മദ് ബിൻ ഉമർ ബിൻ സുമയ്യത്ത് റളിയല്ലാഹു അൻഹു അയ്യാമ ഹിസാരി സിബാം വഅദമി തആമി ഫീഹാ, ആ നാട് വലയം ചെയ്യപ്പെട്ടിട്ട് യുദ്ധകാലഘട്ടം. ആ സമയത്ത് ഇദാ വസാ അഹദ അഖ്ദാമിഹി, മൂപ്പർ ഖാദിമീങ്ങളിൽപ്പെട്ട ആരെങ്കിലും വസിയത്ത് പറയും മുഹദ്ദിറുഹയ്യക്കൂല മുറാദി ബിഹി ലിൽ ഹബീബി അഹമ്മദ്, ഈ സാധനം കൊണ്ടുപോകുന്നത് ഹബീബ് അഹമ്മദിന് വേണ്ടിയാണെന്ന് പറയാൻ പാടില്ല. അതുകൊണ്ട് മൂപ്പറ പേര് പറഞ്ഞാൽ ധാരാളം കൊടുക്കുന്ന ആളുണ്ടാവും. ആ ജാഹ ഉപയോഗപ്പെടുത്തിയിട്ട് വാങ്ങാൻ പറ്റില്ല എന്ന്. ഇന്നലെ നമ്മളെ ഉറപ്പറ്റി കേട്ടല്ല, അതെ നമ്മൾ അടുത്തോതാൻ അള്ളാഹ് തൗഫീഖ് ചെയ്തിരിക്കുന്ന ഷമായിലിൻ്റെ കിതാബില്ലേ ഇപ്പം അബ്ദുല്ലാ സ്വലാത്തങ്ങളുടെ മധുഹം വലിയൊരു മുജല്ലദ് നിങ്ങൾ അതുകൊണ്ടാണ്. അത് തീർന്നിട്ടില്ല, അത് പൂർത്തിയായിട്ടാകുമ്പോൾ തരാമെന്ന് പറഞ്ഞു. അതിൽ മൂപ്പർ ഒരാളോട് ചെറിയ ഒരു ബിസിനസ്സിൽ കൂറുകൂടിയിട്ട് വമ്പിച്ച ലാഭം കിട്ടി. അപ്പം മറ്റവർക്ക് മൂപ്പർ തന്നെ തുടരണമെന്ന് ആയിരിക്കും മറ്റേ കൂറുകാരന് താല്പര്യം. മൂപ്പർ പറഞ്ഞു ഇന്നു മുതൽ കൂറ് പിരിയണം. എന്തിനാണ്? ഞാൻ അബ്ദുള്ള സിറാജുദ്ദീൻ കൂടിയത് കൊണ്ട് ഓരോ പറക്കത്തോണ്ടാണ് ഇത്ര ലാഭം കിട്ടിയെന്ന് മറ്റാളെ പറഞ്ഞിട്ട് എൻ്റെ പേരിൽ എന്താക്കും അത് പ്രചരണമാക്കി കളയോ ഞാൻ മൂപ്പറന്തൻ തന്നെ എൻ്റെ സ്വത്തിങ് തന്നെ ഞാൻ ഇല്ലെന്ന്. ദർശനം കൂടി ആളെ കിടക്കാൻ പറഞ്ഞു. ബജാറിൽ ഒരാളെ പുറകാൽ വെച്ച് പൊട്ടിച്ചേ ബലൊക്കെ പോകാൻ കഴിയുള്ളൂ. 10 കൊല്ലം മുമ്പല്ലേ ഉറപ്പത്തേന്. അപ്പം 300 ശേഷം ഔലിയാക്കളും ആലിമ്യങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞെല്ലാം കളവാണ്. ഇപ്പം
എന്നിട്ടോ ബിൽഡിങ്ങിന്റെ മുകളിൽ മരത്തിന്റെ കൊമ്പത്തെല്ലാം ഒരാൾ നിൽക്കുന്നു. ഒരു 10-15 കൊല്ലായിട്ടില്ല. ഓരോ ശിഷ്യന്മാരിപ്പുണ്ടല്ലോ. മോദാമൊന്ന് കിതാബ് ഓരോ ജാസ്തം വാങ്ങിയില്ല നമ്മൾ ഹലബ് ദിമഷ്കിൽ. ഇപ്പോൾ യുയിലുള്ള അധിക പണ്ഡിതന്മാർ ഓരോ ശിഷ്യന്മാരാണ്. അപ്പൊ ഖുദ്ദാമികളോട് പറയുമ്പോഴും മുറാദി ബിഹി ലിൽ ഹബീബി അഹമ്മദ്, നമ്മൾ ഇമാമ്, അപ്പൊ അങ്ങനത്തെ ആൾക്ക് വേണ്ടിയാകുമ്പോ നമ്മൾ കുറഞ്ഞു കൊടുത്താൽ പറ്റൂലല്ലോ. അതുകൊണ്ട് അന്യരുടെ മുതൽ കൈകാര്യം ചെയ്തുകൊണ്ട് അത് നിസ്സാരമായി കണ്ടതിന്റെ ചില ഹിക്കാത്ത പറയുന്നു. യുർവ അന്ന റജുലൻ കാന യസ്കുന ഫീ ബൈത്തിൻ ബിഖിറാൽ, വാടകക്ക് താമസിക്കുന്ന ഒരു വീട്ടിൽ താമസിക്കുന്ന ഒരാളുണ്ട്. ഇത് മിൻഹാജ് സഹീലിലുണ്ട് ഹസാൽ ഇമാമിന്റെ. ഫകതബ റുക്അതൻ, മൂപ്പർ എഴുത്തെഴുതിയിട്ട് ഫഅറാദ അൻ യുതർരിബഹ, അതിനെന്താക്കണം, മണ്ണിടണം. മണ്ണിടുന്ന വെച്ചാൽ പഴയ കാലത്ത് എഴുതിയിട്ട് മറ്റേ കള്ളാസിൽ പടക്കാൻ നിൽക്കാൻ വേണ്ടി ബ്ലോട്ടിങ് കള്ളാസ് കൊണ്ടോ ചോക്ക് കൊണ്ടോ ഒരു ഉരുട്ടലുണ്ട്. മഷി ചില എന്താക്കും, ഇങ്ങനെ പൊടിയിടും. പൊടിയിട്ടിട്ട് കുറച്ച് കഴിഞ്ഞാൽ ആറിച്ചാകുമ്പോൾ തൊട്ടിക്കളഞ്ഞാൽ അത് പോയി. മിൻ ജിദാനുൽ ബൈത്ത്, വീട്ടിന്റെ ചുമരിന്ന് ലേശം എടുത്തിട്ട് ഉടനെ മനസ്സിലുദിച്ചു അന്നൽ ബൈത്ത് ബിൽ ഖിറാ, ഈ വീട് വാടകയ്ക്ക് വാങ്ങിയതല്ല, എന്റേതല്ലല്ലോ. സുമ്മ ഇന്നഹു ഖത്തറ ബിബാലിഹി, പിന്നെ മനസ്സിൽ തോന്നുന്ന അല്ലാ ഖത്തറ ലിഹ, കുറച്ചൊരു ദൂരത്തുള്ള മണ്ണെടുത്തേര് എന്താ വരാൻ, അങ്ങനെയും തോന്നുന്നു. അപ്പൊ കൽബിൽ നിന്നുണ്ട്, മുമ്പേ പറഞ്ഞില്ലേ ഒരു ബദർ യുദ്ധം ഉണ്ട്. ഫതറബൽ കിതാബ്, അങ്ങനെ കിതാബിനെ പൊടിയിട്ട്. ഫസമിഅ ഹാതിഫൻ യഖൂലൂന, ഹാതിഫ് വിളിച്ചു പറയുന്നു, സയഅലമുൽ മുസ്തഖിഫ ബിത്തുറാബ് മാ യൽഖാ ഗദം മിൻ തൂലിൽ ഹിസാബ്. ആ ഇട്ട മണ്ണിന് കൂടുതൽ മൂല്യമൊന്നും ഇല്ലാന്ന് കണക്കാക്കിയാൽ പിന്നെ കാണും തൂലുൽ ഹിസാബ് നേരിടേണ്ടി വരുമെന്ന്. അപ്പൊ ഇപ്പം കോടികളെ മാട്ടിയിട്ടൊന്നും വരുന്നില്ല. ഇത് കെഗാനിട്ട വായു പോലെ നാല് ചവിട്ടിയാലും കേസൊന്നും പറയൂല. നമുക്ക് കെഗാനിട്ട വായുവിനെ മാതിരിയാന്ന്. അങ്ങാടി കാണുന്നില്ലേ, സിനിമന്റെ പരസ്യം ഉണ്ടാകും, അമ്പലത്തിലെ പരസ്യം ഉണ്ടാകും, മറ്റുള്ള ഉണ്ടാകും. അക്കൂട്ടത്തിൽ മുട്ടിച്ചൊട്ടിച്ചാലും ഭാരം കൂട്ടുമ്പോൾ നല്ല ക്ലിയറുള്ള പള്ളി ചുമരുകൊണ്ട് ഒരു പുതിയ പരസ്യ ചുമരിലൊട്ടിച്ച് നോക്കിയിട്ട് ആണാശയം പോകും. ഈസാ അലൈഹിസ്സലാം മഖ്ബറത്തിൻ, ഈസാ അലൈഹിസ്സലാം ഒരു മഖ്ബറിൽ കൂടി നടന്നു. ഫനാദാ റജുലൻ മിൻഹും, ഒരാളെ വിളിച്ച്. ഫഅഹ്യാഹു അല്ലാഹു തആല, അല്ലാഹു തആല ഹയാത്താക്കി കൊടുത്തു. ഫഖാല മൻ അൻത, നീ ആരെന്ന് ചോദിച്ചു. ആരോട്? ആ മയ്യിത്തിനോട്. ഫഖാല കുന്തു ഹമ്മാലൻ അൻഖുലു ലിന്നാസ്, ജനങ്ങൾക്ക് ചരക്ക് കടത്തി കൊടുക്കുന്ന ഒരു ചുമട്ട് തൊഴിലാളിയായിരുന്നു ഞാൻ. ഫനഖൽതു യൗമൻ ലിൻസാനിൻ ഹതമൻ, ഒരാൾക്ക് ഒരു വിറക് കെട്ട് ഞാൻ ചുമന്നുകൊണ്ട് കൊടുത്തു. ഫകസ്സർതു മിൻ ഖിലാലൻ, പല്ലട കുത്താനുള്ള ചെറിയ ഈർക്കിൽ ഞാൻ അത് പൊട്ടിച്ചു. ഖിലാലത ബിൽ കസ്രി അൽനൂദുല്ലദി യതഖല്ലലു ബിൽ മർഉ ബഅദൽ അക്ലി തഖല്ലൽതു ബിഹി, അതുകൊണ്ട് പല്ലട കുത്തി. ഫന മുതാലമ മുൻദു മിത്തു, മരിച്ചത് മുതൽ അതിനെപ്പറ്റി കണക്ക് ചോദിക്കുന്നുണ്ടെന്നു. ഇൻതഹ മിനൽ ഗുന്നതി, ഗുന്നത്തൽ അബ്ദുൽ ഖാദിർ ജിലാനി തങ്ങളെ. وقال الإمام الشعراني رضي الله عنه حكى لي شخص من الفقراء, ഫഖറായിൽപ്പെട്ട ഒരു ശഖ്സ് എന്നോട് പറഞ്ഞു, അന്നഹു മർറ അലാ മാരിസി ഖംഹിൻ ഫീ സുംബുലിഹി, അതാ ഖംഹ് ഗോതമ്പ്, ഗോതമ്പത്തിന്റെ കൊല. അൽ മാരിസു എന്ന ഹഖലുൽ ഖംഹി, ഗോതമ്പ് കൃഷി ചെയ്യുന്ന ഭൂമി അടുത്തിനാണെന്ന് പറഞ്ഞു മാരിസ്. മാരിസ് നെൽകൃഷി, ഗോതമ്പ് കൃഷി, ഇങ്ങനെ പലയിലുണ്ടല്ലോ. ഗോതമ്പ് കൃഷി ചെയ്യുന്ന കിത്താത്തുൽ അർളിൽ യുസ്റഫു ഫീഹാ, ഗോതമ്പ് കൃഷി ചെയ്യപ്പെടുന്ന ഭൂമിയുടെ ഒരു പ്ലാട്ടിൽ കൂടി നടന്നു പോകുന്നു. ഫീ സുംബുലിഹി എന്ന് പറഞ്ഞാൽ അതിന്റെ കൊല. ഫറാ സുംബുലത്തൻ അഅജബത്തുഹു, അയാൾക്ക് ഒരു കൊല കണ്ടിട്ട് വല്ലാതെ അത്ഭുതപ്പെട്ടു. ഫഅഖദഹ, അതെടുത്ത് ഫറഖഹ, അതെന്താക്കി, മൂർന്നെടുത്തില്ലേ.
ഫലമ്മാ നറാദ യകുലഹ, അത് തിന്നാൻ വേണ്ടി ഉദ്ദേശിച്ചപ്പോൾ തദക്കറൽ ഹിസാബ് അൻഹ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഹിസാബുണ്ടല്ലോ എന്നൊരു ഓർമ്മ. ഫറമാഹ ഫിൽ ബാരി, സാദാ ആ ബാലിൽ തന്നെ അങ്ങ് ചാടി. ഫനാമ തിൽക്കൽ ലൈല, അന്നത്തെ രാത്രി ഉറങ്ങി. ഫറഅൽ ഖിയാമത ഖദ് ഖാമത്ത്, ഖിയാമത്ത് നാളിതാ സംഭവിച്ചിരിക്കുന്നു. വജാഅ സാഹിബു സുംബുലത്തി, ആ കൊലന്റെ ഉടമ ഉണ്ടല്ലോ, മൂപ്പറാത വരുന്ന്. ഫതാബിസ്, എൻ്റെ ഒരു കൊല ഇയാൾ എടുത്തിട്ടുണ്ട്. സുംബുലത്തി ഫഖാല യാ റബ്ബി ഖിഫ്തു മിനൽ ഹിസാബി ഫീ ഹാദൽ യൗം, ഈ ദിവസത്തിലുള്ള ഹിസാബിനെ ഞാൻ പേടിച്ചിട്ട് ഫറമൈതുഹാ ഫീ മാരിസിഹി, അയാളുടെ തോട്ടത്തിൽ തന്നെ ഞാൻ എന്താക്കി എറിഞ്ഞിട്ടുണ്ട്, ഞാൻ കൊണ്ടുപോയിട്ടില്ല എന്ന്. ഫഖാല സദക യാ റബ്ബി, റബ്ബേ ഇയാൾ പറഞ്ഞത് ശരി തന്നെ. വലാകിൻ ലം യസിൽ ഇലാ തിബ്നി സിർജി ലിഅന്നഹു താറ ഫിർരീഹി, അത് എനിക്ക് കിട്ടിയിട്ടില്ല, കാറ്റത്ത് പാറിപ്പോയാൽ ചെയ്തതെന്ന്. ഇയാൾ ചെയ്ത പണി ശരി, എനിക്ക് കിട്ടിയിട്ടില്ല, കാറ്റത്ത് പാറിപ്പോയി. ഖാല ഫഅജസനി ഫീ തഹ്സീലിഹി, അതെനിക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയില്ലല്ലോ. സുമ്മസ്തൈഖൽതു ഫസിഅൻ മർഊബൻ, ഞാൻ പേടിച്ച് ഞെട്ടി ഉണർന്നു പോയി. മിൻ ലവാഖിഹിൽ അൻവാർ, അത് ഷാഹാൻ ഇമാമിന്റെ കിതാബാണ്. قال الإمام الغزالي رضي الله عنه ഇഹ്യായിൽ പറഞ്ഞു ഫീ കിതാബി ദമ്മിൽ ഖുറൂർ, അത് എത്രയോ തവണ ആവർത്തിച്ച ഒരു കിതാബാണ് ദമ്മിൽ ഖുറൂർ. റവ അബൂ നസ്ർ തമ്മാർ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്തു അന്ന റജുലൻ ജാഅ യുവദ്ദിഉ ബിശ്ർ ഇബ്നുൽ ഹാരിസ് റളിയല്ലാഹു അൻഹുവിനോട് യാത്ര പറയാൻ വേണ്ടിയിട്ട് ഒരാൾ വന്നു. ബിശ്റുൽ ഹാരിസിനോട് അതല്ല, ബിശ്റുൽ ഹാഫി പറഞ്ഞ അത് നോക്കണമെന്ന് അല്ല, അത് ബിശ്റുൽ ഹാഫി അല്ല, അത് രണ്ടും ഒന്ന് തന്നെയാണ്. അവിടെ അഭിനന്ദില്ലല്ലോ, ഹാഫി എന്നെല്ലാം ഉണ്ടല്ലോ. പിന്നെ അല്ല, അത് ഒന്നാകുന്നതിന് കുഴപ്പമില്ല. കാരണം ഹാരിസിന്റെ മോനെ ഹാഫി ആകുന്നതിന് കുഴപ്പമില്ലല്ലോ. അത് ചെരിപ്പിടാത്തതിന്റെ കാരണം അത് കുശൈലിൽ താരിഖ് പറഞ്ഞിട്ടുണ്ടല്ലോ. ഏതായാലും ബിശ്ർ ഇബ്നുൽ ഹാരിസ് തങ്ങളുടെ അടുക്കലേക്ക് ഒരാൾ വന്നിട്ട് യാത്ര ചോദിക്കാനാ വന്നത്. വക്കാലക്കത് അസംതു അലൽ ഹജ്ജി, തങ്ങളെ ഞാൻ ഹജ്ജിന് പോകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ തഅ്മുറുനി ബിശൈഇൻ, നിങ്ങൾക്ക് എന്തെങ്കിലും എന്നോട് കൽപ്പിക്കാനുണ്ടോന്നാ ചോദ്യം. ഫഖാല, മൂപ്പർ ചോദിക്കാം, അഅദത്ത മിന നഫഖത്തി, എത്രയാ നഫഖ, എത്ര പൈസ, എത്ര ലക്ഷം എന്ന് ചോദിച്ചു. ഫഖാല അൽഫൈ ദിർഹമിൻ, 2000 ദിർഹം. അക്കാലത്താകുമ്പോൾ വലിയ പൈസയായി. 1500 റുപ്യക്ക് ഹജ്ജിന് കഥ സൈദാലി മുലാക്ക പറഞ്ഞേക്കാം. കൂപ്പത്തില് നമ്മളിപ്പാ കുറച്ച് ഇപ്പം തൽക്കാലം ഒരു സദർ വന്നു സൈദാലി മുലാക്ക, നല്ല കിതാബിട്ടുന്ന ആളാണ്, തിരുവിക്കാട്. പിന്നെ തലപ്പം ഫാമിലടക്കം താമസിക്കലായിരുന്നു. നമുക്ക് നല്ലൊരു ഉസ്താദ് വന്നു, അവരിപ്പില്ല. അല്ല, മൂപ്പർ പറഞ്ഞു വന്ന് 1500 റുപ്യക്കാന്ന് ഹജ്ജിന് പോയി കപ്പലിന്. 1500 എന്ന് പറഞ്ഞാൽ 1 കിലോ മീൻ കണ്ട പൈസ ആയിട്ടുള്ളൂ. നെച്ചരി കടവിന് പോയാൽ 1 കിലോ മീൻ കിട്ടും. ഏത് 2000 ദിർഹം. കാല ബിശ്ർ പറഞ്ഞു, ഫയ്യു ഷൈഇൻ തബ്തഗി ബി ഹജ്ജിക്, ഹജ്ജ് കൊണ്ട് എന്താ ഉദ്ദേശിച്ചത്? കാല, അന്നെന്താ ചോദ്യം? തനസ്സുഹൻ അവിഷ്ടിയാക്കൻ ഇലാ ബൈത്തില്ലാഹി അമിത്തിഖാ മർളാത്തില്ലാ, ഒരു ഉല്ലാസയാത്രയാണോ, അല്ല അള്ളാന്റെ കഅബ കാണാനുള്ള ഷൗക്കാണോ, അല്ല അള്ളാന്റെ പൊരുത്തമാണോ? ഈ മൂന്നിൽപ്പെട്ട എന്താണ് ലക്ഷ്യം? കാല ഇബ്തിഖാ മർളാത്തില്ല, അള്ളാന്റെ പൊരുത്തം തന്നെ. കാല ഫഇൻ അഹബബത ലില്ലാ അല്ലാഹി വ അൻത ഫീ മൻസിലിക, നിന്റെ പുരയിൽ തന്നെ ഇരുന്നിട്ട് അള്ളാന്റെ ഇല കിട്ടുമെങ്കിൽ പറ്റുമെന്ന് ചോദിച്ചു. ആ കിട്ടും. വതൂഫിക അൽഫൈ ദിർഹമിൻ, എന്നിട്ടോ ഈ 2000 ദിർഹമും ചെയ്യാൻ മറ്റും വിതരണം ചെയ്യുക, പുത്തം തരാൻ. വതകൂന അലാ യഖീനിൻ മിൻ റിളാഇല്ലാഹി തആല, അല്ലാഹുവിന്റെ റിള കിട്ടുമെന്ന് ഉറപ്പിച്ചതും. അതഫ്അലു ദാലിക, അത് ചെയ്യുമോന്ന് ചോദിച്ചു. ഖാല നഅം, ചെയ്യാന്ന് പറഞ്ഞു. ഖാല ഇദ്ഹബ് ഫഅതിഹ 10 അൻഫുസിൻ, എന്നാ പിന്നെ അതുകൊണ്ട് 10 വിതരണം ചെയ്യുന്നു. ആയിരിക്കല്ലോ.
മതിയൂന ഞക്കളീതേനു കടത്തിപ്പെട്ടിട്ട് കടം വീടാൻ ആവശ്യമായ ഒരാൾക്ക് കൊടുക്കുക. അപ്പോൾ ഫക്കീറൻ യലുമു ഷാസഹു അദ്ദേഹത്തിൻ്റെ ചിഹ്നിച്ചതിൽ പോയ ആവശ്യങ്ങളൊക്കെ ഒന്ന് കൂട്ടിച്ചേർക്കാൻ ഒരു ഫക്കീറിനും കൊടുക്കുക, രണ്ടാളെ. മൊഹീലൻ യുഹയ്യ ഞാലഹു കുഞ്ഞുകുട്ടികൾക്ക് എന്തെങ്കിലും തീറ്റിപ്പോറ്റാൻ വേണ്ടി മൊഹീലിനും കൊടുക്കുക. മുറബിയ യത്തീമൻ യുഫത്തിഹു യത്തീമിനെ പോറ്റുന്നവർക്ക് സന്തോഷം ഉണ്ടാക്കാൻ വേണ്ടി അവിടെയും കൊടുക്കുക. അപ്പം നാലായേ അങ്ങനെ പറഞ്ഞു കൊടുത്ത് വൈൻ കവിയ കൽബുക്ക തുഴത്തിഹ വാഹിദനീന് ഒറ്റരാൾക്ക് കൊടുക്കാനെന്ന് വിചാരിച്ചെങ്കിൽ അങ്ങനെയും ചെയ്യാം. കുറേയൊക്കെ എന്നോട് മുത്തണിക്കൂലല്ല, ഒരാൾക്ക് കൊടുക്കാം. കാരണം ഫൈന ഇദ്ഖാലക സുറൂറ അലാ കൽബിൽ മുസ്ലിമി ഒരു മുസ്ലിമിൻ്റെ കൽബിൽ നീ സന്തോഷം ഉണ്ടാക്കി തീർക്കലും വൈഹാസത്തിൽ ലഹ്ഫാനി കഷ്ടപ്പെടുന്നവരെ സഹായിക്കലും വകസ്ഫൽ ലററി ബുദ്ധിമുട്ടുകളെ ദൂരീകരിക്കലും വൈആനത്തൽ ലഹീഫിനെ സഹായിക്കലൊക്കെ അഫ്ളല മിൻ മിഅത്തി ഹജ്ജത്തിൻ ബഅദ ഹജ്ജത്തിൽ ഇസ്ലാം ഇസ്ലാമിൻ്റെ ഫർളാക്കപ്പെട്ട ഹജ്ജ് കഴിഞ്ഞതിന് ശേഷം 100 ഹജ്ജിനേക്കാൾ അഫ്ളലാണ് ഈ പറഞ്ഞ പണിയല്ല. ഇയാൾ ആദ്യം ചെയ്ത ആളായിരിക്കണം. ഫക്കും അതുകൊണ്ട് എണീക്ക് ഫാഖിദിഹ കമാ അമർനാക്ക ഞാൻ പറഞ്ഞ പോലെ അങ്ങോട്ട് ചെയ്തോ. വയില്ല ചെയ്യുന്നില്ലേ ഫക്കുല്ലനാ മാഫി കൽബ് എന്നാൽ പിന്നെ എൻ്റെ കൽബിൽ എന്തുണ്ട് എന്ന് പറയാം. ഫക്കാലയ അബാ നസർ സഫരി അക്വാഫി കൽബി സഫർ പോകണമെന്ന് അതെൻ്റെ മനസ്സിലുള്ളത്. അപ്പം സഫറിന് പിന്നെ ഇതല്ലാത്ത വേറെ എന്തോ ലക്ഷ്യമുണ്ട് കേട്ടാ. ഫതബസ്സമ ബിശ്ർ റളിയല്ലാഹു അൻഹു ചിരിച്ച് വഅഖബല അലൈഹി ഫഖാലു ലഹു അൽ മാലു ഇദാ ജുമിഅ മിൻ വസഖി തിജാറാത്തി വശുബ്ഹാത്ത് ശുബ്ഹാത്തിൻ്റെയും തിജാറത്തിൻ്റെയും കച്ചറയിൽ നിന്ന് ശേഖരിച്ച മുതലാണെങ്കിൽ ഇങ്ങനത്തെ കാര്യമെല്ലാം ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നവർ. ഈ തലത്തിൽ നഫ്സ് എന്താക്കും തേടും അൻ തഖ്ലി ബിഹി വതറ അതിൻ്റെ നഫ്സിന് വേണ്ടുന്ന ഒരു ഹാജത്ത് വിടാൻ വേണ്ടി തേടും. അതിൻ്റെ ഫാദഹറത്തിൽ അമാല സാലിഹാത്തായിരിക്കും പ്രകടിപ്പിക്കുക. അമാല സാലിഹാത്ത് പ്രകടിപ്പിച്ചിട്ട് നഫ്സിൻ്റെ ഹാജത്ത് വിടലായിരിക്കും ഉദ്ദേശിക്കുന്നത്. വഖദ് ആലല്ലാഹു തആല അലാ നഫ്സിഹി അല്ലാഹു തആല സത്യം ചെയ്തിട്ടുണ്ട് അല്ലാ യഖ്ബല ഇല്ലാ അമലൽ മുത്തഖീൻ മുത്തഖീങ്ങളുടെ അമലല്ലാതെ അല്ലാഹു സ്വീകരിക്കൂല എന്ന് അല്ലാഹു സത്യം ചെയ്തിട്ടുണ്ട് എന്ന്. അപ്പോൾ അവിടെ നമ്മളെ ബാബിൻ്റെ കാതിൽ കിടക്കുന്നു. ഇത് വാഹൽ അതായത് ബാദഹജ്ജത്തുൽ ഇസ്ലാം പറഞ്ഞല്ല. നമ്മളെ ഇമാമ് വല്ലാത്ത അധ്വാനിച്ചിട്ടുണ്ട്. ഇപ്പം ഇങ്ങനത്തെ ഒരു ഇബാറത്ത് ശേഖരിക്കണമെങ്കിൽ നമുക്കൊന്നും ആലോചിച്ചാലാകുന്നില്ല. ഇനി ഹാലത്തുർ റാബിയത്ത് കഴിഞ്ഞ് 2 ഹാലത്ത് കഴിഞ്ഞാൽ എല്ലാം തീർന്നു. 500